ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള റിവിഷനാണ് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന 2 ചാപ്റ്റർ, ഒന്ന് മാത്തമാറ്റിക്കൽ റീസണിങ്ങും വേറൊന്ന് പ്രോബബിലിറ്റിയാണ്. ഓക്കെ, സോ അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ ഒരു 3-4 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അതിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ ഞാൻ ജസ്റ്റ് അതിനെപ്പറ്റി ഓവറോളായിട്ടൊരു ഇത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ റീസണിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഹായ്. അപ്പോൾ നമ്മൾ റീസണിങ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, റീസണിങ്ങിൽ ആദ്യം നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതാണ് ഒരു സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസ് ഒന്നുകിൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. കനോട്ട് ബി ബോത്ത്, അല്ലേ, രണ്ടും കൂടി ആവില്ല. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ നിങ്ങൾക്കറിയാം ചില സെൻറ്റൻസുകൾ, അതായത് എക്സ്ക്ലമേറ്ററി, ഇൻട്രോഗേറ്റീവ്, ഇമ്പരറ്റീവ് സെൻറ്റൻസുകളൊന്നും എന്തല്ല, സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതുതന്നെ അസേർട്ടീവ് സെൻറ്റൻസിൽ നമ്മൾ നോൺ ആംബിഗ്യൂസ് സെൻറ്റൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ നമുക്ക് വേരിയബിൾ പ്ലേസസ്, അല്ലേ, വേർ എന്നൊക്കെ പറയുന്ന സ്ഥലം, അല്ലേ, ഇപ്പം ഡൽഹി ഈസ് ഫാർ ഫ്രം ഹിയർ എന്ന് പറയുന്നത്, അതൊന്നും എന്തല്ല, സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതിൽ തന്നെ നമുക്ക് വേരിയബിൾ ടൈം, അതായത് ടുഡേ, സൺഡേ, അല്ലെ, ടുമോറോ, അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അതൊന്നും എന്തല്ല, സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 വിധത്തിലാണ്. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. സിമ്പിൾ ഒന്നോ രണ്ടോ, അല്ലെ, രണ്ടോ അതിലധികമോ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കണക്റ്റീവ്സ് ഉപയോഗിക്കുക. നമ്മൾ ലോജിക്കൽ കണക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ചില ഫ്രേസസ് ആണ്, അതായത് ഒന്ന് ആൻഡ് ഉണ്ട്, ആൻഡ്. പിന്നെ നമ്മൾ ഓർ ഉപയോഗിക്കാറുണ്ട്, ഈഫ് ദെൻ ഉപയോഗിക്കാറുണ്ട്, അല്ലേ. പിന്നെ നമ്മൾ ഈഫ് ആൻഡ് ഓൺലി ഈഫ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ സിമ്പിള് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഓർ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഈഫ് ദെന്നിന് നമ്മൾ ഈ ഒരു സിമ്പിൾ ഇംപ്ലൈസ്, അല്ലേ, ചിലപ്പോൾ അത് ഒറ്റ ഏരോയിലും വരാറുണ്ട്. ഓക്കെ, ഈഫ് ആൻഡ് ഓൺലി ഈഫിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാറ്, ഓർ ചിലപ്പോൾ അത് ഇങ്ങനെയും വരാം, ഈഫ് ആൻഡ് ഓൺലി. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മളെ കോമ്പൗണ്ട് സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് വേർഡ്സ്, അല്ലേ. അപ്പോൾ ഇതിൽ ഓരോന്നും ഞാൻ പറയാം. ഇപ്പോൾ ആൻഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 2 സിമ്പിൾ സെൻറ്റൻസുകൾ, അല്ലേ, നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് ആൻഡ് വെച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമുക്കിപ്പം സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് PQRS എന്നീ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സോ എനിക്ക് വേണമെങ്കിൽ റോസസ് ആർ റെഡ് എന്ന് ഞാൻ P എടുത്തു. Q എന്ന് പറയുന്നത് വയലറ്റ്സ് ആർ ബ്ലൂ എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ആൻഡ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് P ആൻഡ് Q ഞാൻ പറയുന്നത് റോസസ് ആർ റെഡ് ആൻഡ് വയലറ്റ്സ് ആർ ബ്ലൂ ആണ്. P ഓർ Q ആണെങ്കിൽ റോസസ് ആർ റെഡ് ഓർ വയലറ്റ്സ് ആർ ബ്ലൂ, അങ്ങനെ വരും, അല്ലേ. ഇനി ഈഫ് ദെന്നിലാണെങ്കിൽ നമുക്ക് P എന്ന് പറയുന്നത് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. Q എന്ന് പറയുന്നത് എ നമ്പർ is a multiple of 3.
അങ്ങനെയാണെങ്കിൽ എനിക്ക് പി ഇംപ്ലൈസ് ക്യൂ അല്ലേ, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഇഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 then it is a multiple of 3. if a number is a multiple of 9 then it is a multiple of 3 അല്ലേ. അതിൽ പി എന്ന് പറയുന്നത് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ക്യൂ ആണ്, ക്യൂ എന്ന് പറയുന്നത് നെസസറി കണ്ടീഷൻ ഫോർ പി ആണ്. ഓക്കെ, പിന്നെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിരിക്കണം. ഇതാണ് അല്ലേ, ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ ദെൻ ഇറ്റ്സ് ഓൾ സൈഡ്സ് ആർ എന്തായിരിക്കും അല്ലെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ if and only if its 3 sides are equal. ഓക്കെ, എന്നെ തിരിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വൽ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്തായിരിക്കും, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആൻഡ് വെച്ച് വരികയാണെങ്കിൽ അത് ശരിയാവണമെങ്കിൽ ആ രണ്ട് സിമ്പിൾ അല്ലെങ്കിൽ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്നാ പറയുക, ആ രണ്ട് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ആണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവും. ഓർ വെച്ച് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ ആ ഓർ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും. ഓക്കെ, പി ഇംപ്ലൈസ് ക്യൂവിൽ ക്യൂ ഫാൾസ് ആവുന്നിരിക്കും, അതായത് പി ട്രൂവും ക്യൂ ഫാൾസും ആവുന്ന കേസിൽ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും. പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും. പി ട്രൂവും ക്യൂ ഫാൾസും ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആയിരിക്കും. പി ഫാൾസും ക്യൂ ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും. രണ്ടും ഫാൾസ് ആണെങ്കിലും പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിരിക്കും. ഓക്കെ, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂവിൽ പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും, പിയും ക്യൂവും ഫാൾസ് ആണെങ്കിലും ട്രൂ ആയിരിക്കും. ബാക്കി വരുന്ന കേസിൽ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് എപ്പോഴാണ് പി ആൻഡ് ക്യൂ ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം വിചാരിച്ചു. പി ആൻഡ് ക്യൂ ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഷോ ചെയ്യണം പി ട്രൂ ആണെന്ന് ഷോ ചെയ്യുക, അതിനുശേഷം ക്യൂ ട്രൂ ആണെന്ന് ഷോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പി ആൻഡ് ക്യൂ ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ വാലിഡിറ്റി നോക്കുക, അത് ശരിയാണോ എന്ന് നോക്കാൻ. ഇപ്പം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് √7 ഈസ് ഇറാഷണൽ. ഇതിൻ്റെ നഗേഷൻ, ഇത് പി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ നഗേഷൻ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാറ് നഗേഷൻ ഓഫ് പി, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് √7 ഈസ് എന്താണ്, റാഷണൽ ആണെന്ന് പറയാം. ഇറാഷണലിൽ റാഷണൽ ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് √7 ഈസ് റാഷണൽ. അത് പറയുന്നതാണ് കുറച്ചുകൂടി ഈസി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്താ, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്താണ്, √7 ഈസ് എന്താണ്, ഇറാഷണൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് √7 ഈസ് ഇറാഷണൽ. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നഗേഷനാണ് കിട്ടുക, നഗേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ നഗേഷൻ ഓഫ് പി എന്തായിരിക്കണം, ഫാൾസ് ആയിരിക്കണം. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ നഗേഷൻ ഓഫ് പി ഫാൾസ് ആയിരിക്കും. ആ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, അതായത് അത് ഫാൾസ് ആവുന്ന രീതിയിൽ വേണം എഴുതാൻ. അല്ലെങ്കിൽ ട്രൂ ആണ് തന്നതെങ്കിൽ ഫാൾസ് ആവുന്ന രീതിയിലായിരിക്കണം, ഫാൾസ് ആണെങ്കിൽ ട്രൂ ആവുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇനി പി ആൻഡ് ക്യൂ ഞാൻ പറഞ്ഞു ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് അത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ പിയും ശരിയാണോ ക്യൂവും ശരിയാണോ എന്ന് നോക്കണം അല്ലേ. രണ്ടും ശരിയാണെങ്കിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും. ഓക്കെ, പി ഓർ ക്യൂ ശരിയാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ പി ഓർ ക്യൂ ശരിയാണെന്ന് പ്രൂവ് നമ്മൾ അസ്യൂം ചെയ്യണം. അസ്യൂം ദാറ്റ് എന്താണ്, പി എന്ന് പറയുന്നത് എന്താക്കുക, ഫാൾസ് ആക്കുക. പി ഫാൾസ് എന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രൂവ് ദാറ്റ് എന്താണ്, ക്യൂ മസ്റ്റ് ബി ട്രൂ. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു കേസ് ഉള്ളത്, അസ്യൂം ദാറ്റ് ക്യൂ എന്ന് പറയുന്നത് ഫാൾസ് എന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് പ്രൂവ് ചെയ്യുക എന്താണ്, പി മസ്റ്റ് ബി ട്രൂ. ഈ രണ്ട് രീതിയിൽ നമുക്ക് പി എന്താണ് ഓർ ക്യൂ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പി ഇംപ്ലൈസ് ക്യൂ. ഈ പി ഇംപ്ലൈസ് ക്യൂവിൽ നമുക്ക് ഇതിൻ്റെ നെഗേഷൻ എന്താണ്, കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും പറയാൻ പറ്റും. ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇംപ്ലൈസ് പി എന്നേ ഉള്ളൂ കേട്ടോ. ക്യൂ ഇംപ്ലൈസ് പി ആണ്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, നോട്ട് നേരിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ല, ക്യൂ ഇംപ്ലൈസ് പി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കോൺട്രാ പോസിറ്റീവ് ആണ് ശ്രദ്ധിക്കേണ്ടത്.
കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് അതാണ് നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി കേട്ടോ. ഇത് അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കോൺവേഴ്സ്, അല്ലാതെ ഈഫ് പി ദെൻ ക്യൂ അല്ലേ, ഈഫ് പി ദെൻ ക്യൂ എന്നും പറയാം. ഇങ്ങനെ വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ക്യൂ അല്ല, ഈഫ് ക്യൂ ദെൻ പി ആണ്. ഈഫ് ക്യൂ ദെൻ പി ആണ് അതിൻ്റെ കോൺവേഴ്സ്. എന്താണ്? ഈഫ് ക്യൂ ദെൻ പി. അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഈഫ് എന്താണ്? നെഗേഷൻ ഓഫ് ക്യൂ ദെൻ എന്താണ്? നെഗേഷൻ ഓഫ് പി. ഈഫ് നെഗേഷൻ ഓഫ് ക്യൂ ദെൻ നെഗേഷൻ ഓഫ് പി ആണ്. ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇത് ബോർഡ് എക്സാമിൽ ഒരുവിധം എക്സാംസിനൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോൺട്രാപോസിറ്റീവ് അല്ലെങ്കിൽ കോൺവേഴ്സ് എഴുതാൻ അത് എന്തായാലും വരാറുണ്ട്. പിന്നെ നെഗേഷൻ എഴുതാൻ നിങ്ങൾ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്നുള്ള ആ രീതി ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും തെറ്റില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുന്നത് ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, ഒരു 4 രീതിയിൽ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കാണാം. പിന്നെ രണ്ടാമത് വരുന്നൊന്ന് നെഗേഷൻ എഴുതാനായിരിക്കും. പിന്നെ കോൺവേഴ്സും കോൺട്രാപോസിറ്റീവ് എഴുതാൻ വരാറുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് അത് ട്രൂ ആണ് അല്ലെങ്കിൽ ഫാൾസ് അല്ല, ഇപ്പോൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട. ഇപ്പോൾ ഞാൻ പറയുകയാണ് √7 ഈസ് ഇറാഷണൽ എന്ന് എനിക്ക് ഇത് എന്ന് പറയുന്ന ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യും? എനിക്ക് പല രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഈഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ട് എനിക്ക് 2 രീതി ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡാണ്, ഡയറക്റ്റ് മെത്തേഡ്. വേറെ ഒന്നുള്ളത് കോൺട്രാപോസിറ്റീവ് മെത്തേഡാണ്. കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഏതിന് വരുന്നത്? ഈ ഈഫ് പി ദെൻ ക്യൂ രീതിയിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേട്ടോ. ഈഫ് പി ദെൻ ക്യൂ മോഡൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമുക്ക് പറയുകയാണെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. കണ്ടീഷണൽ ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ്. എന്താണ് നമ്മൾ പറയുന്നത്? ഈഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ദെൻ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ശരിയാണോ എന്ന് നോക്കാനുള്ള 2 മെത്തേഡ്, 2 കേസസ് ഉണ്ട്. രണ്ട് രീതിയിലാണ് നമ്മൾ ശരിയാണ്. ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഉപയോഗിക്കും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പി ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ, ദെൻ പ്രൂവ് ദാറ്റ് ക്യൂ മസ്റ്റ് ബി ട്രൂ. ഇതാണ് ഡയറക്റ്റ്. അതായത് നമ്മൾ പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബേസിൽ ക്യൂ ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. ഓക്കെ, ഇനി കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്. അസ്യൂം ദാറ്റ് എന്താണ്? അസ്യൂം ദാറ്റ് എന്താണ്? ക്യൂ ഈസ് ഫാൾസ് അല്ലേ, എന്നാണ് നെഗേഷൻ ഓഫ് ക്യൂ. ദെൻ എന്താണ്? പ്രൂവ് ദാറ്റ് പി മസ്റ്റ് ബി ഫാൾസ്. പിയും ഫാൾസ് ആണെന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി. ഈ രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് വരുന്ന ഈ ഒരു മോഡൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പി ഈഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണ്. പി ഈഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണുള്ളത്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ശരിയാണെന്ന് നോക്കണമെങ്കിൽ അതെന്താണ്? അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ ദെൻ പ്രൂവ് ദാറ്റ് ക്യൂ ഈസ് ട്രൂ, അങ്ങനെ ആവാം. അല്ലെങ്കിൽ അസ്യൂം ദാറ്റ് ക്യൂ ഈസ് ട്രൂ ദെൻ പ്രൂവ് ദാറ്റ് പി ഈസ് ട്രൂ അല്ലേ. അതായത് പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു എന്താണ്? പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ആണ് കേട്ടോ. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ആണ്. എന്ന് പറഞ്ഞാൽ പി ട്രൂ ആണെന്ന് നോക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആണെന്ന് നോക്കുക. അതായത് നമ്മൾ പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക, ആൻഡ് ക്യൂ ശരിയാണെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം പി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അതാണ് ആൻഡ് അല്ല ഈഫ് ആൻഡ് ഓൺലി ഈഫ് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ശരിയാണോ എന്ന് നോക്കേണ്ട മെത്തേഡ്. ഓക്കെ, പിന്നെ നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണോ നോക്കുക. കോൺട്രഡിക്ഷൻ മെത്തേഡ്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് √7 ഈസ് ഇറാഷണൽ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ പറയും √7 റാഷണലാന്ന് പറയും. അത് ഞാൻ റാഷണലാന്നുള്ള എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് ഇങ്ങനെ ശ്രമിക്കും. എന്നപ്പോൾ എനിക്ക് അതിനൊക്കെ എന്താണ് കോൺട്രഡിക്ഷൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ കോൺട്രഡിക്റ്റ് ചെയ്തു അല്ലേ. അങ്ങനെ വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റും √7 റാഷണലാണ്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ബൈ എക്സാമ്പിൾ ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല.
അത് എക്സാമ്പിൾ ബൈ എക്സാമ്പിൾ ഞാൻ പ്രൂവ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. കൗണ്ടർ എക്സാമ്പിൾസ് ഇപ്പം ഞാൻ പറയുന്നത് എക്സ് ഒരു ഓഡ് നമ്പറാണ്, അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ശരിയല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കും അത് കൗണ്ടർ എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 9 ഒരു ഓഡ് നമ്പറാണ് അല്ലേ. പക്ഷേ റൂട്ട് 9 എന്ന് പറയുമ്പോൾ നമുക്കല്ലെങ്കിൽ ഇങ്ങനെ പറയാം, റൂട്ട് 9 അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്, എക്സ് ഒരു ഓഡ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്, എല്ലായ്പ്പോഴും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് 9 ഒരു ഓഡ് നമ്പറാണ്, പക്ഷേ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്, അതൊരു ഇറാഷണൽ നമ്പർ അല്ല അല്ലേ. സോ അങ്ങനെ നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. ഇനി ഞാൻ പറയാണ് എക്സ് എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. എക്സ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഇഫ് എക്സ് ഒരു ഓഡ് നമ്പറാണ്, ഓഡ് നമ്പർ ഇഫ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ then x is prime. എക്സ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കും. ഇത് നിങ്ങൾ എങ്ങനെയാണ് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യുക? നിങ്ങളൊരു കൗണ്ടർ എക്സാമ്പിൾസ് കൊടുത്താൽ മതി. ഒരു കൗണ്ടർ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 9, എക്സ് 9 ആണ്, അതൊരു ഓഡ് നമ്പറാണ്, പക്ഷേ അത് എന്തല്ല, പ്രൈം നമ്പർ അല്ല അല്ലേ. സോ ഇങ്ങനെ കൗണ്ടർ എക്സാമ്പിൾസ് വെച്ച് പറയാം. കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇഫ് ബി ദെൻ ക്യൂ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡോ അല്ലെങ്കിൽ കോൺട്രാപോസിറ്റീവ് മെത്തേഡിലോ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി പി ആൻഡ് ക്യൂ ആണെങ്കിൽ നമുക്കറിയാം പിയും ട്രൂ ആയിരിക്കണം, ക്യൂവും ട്രൂ ആയിരിക്കണം, എന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവും, അല്ലാത്ത കേസ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയിരിക്കും. പി ഓർ ക്യൂവിലാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ പി ഫാൾസ് ആണെന്ന് അസ്യൂം ചെയ്ത് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ക്യൂ ഫാൾസ് ആണെന്ന് അസ്യൂം ചെയ്ത് പി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ നെഗേഷനാണ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് റീസണിങ്ങിൽ. വളരെ സ്പീഡിൽ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ബോർഡ് എക്സാമിനും ചോദിച്ചിട്ടുള്ളൂ, ഈ ബേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിക്കോളൂ. Write the contrapositive of the statement if a triangle is equilateral then it is isosceles. എന്താണ് if a triangle is equilateral then it is isosceles? അതിൻ്റെ എന്താണ് കോൺട്രാപോസിറ്റീവ് ആണ് നമ്മൾ എഴുതേണ്ടത്. വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത് പ്രൂവ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. നമ്മൾ പറഞ്ഞു അല്ലേ, ഞാൻ എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞു, ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. റൂട്ട് 2 ഇറാഷണൽ ആണ്, മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴി നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ, write the contrapositive of the statement if a triangle is equilateral then it is isosceles. ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്തായിരിക്കണം? ഞാനിപ്പം ഈഫ് ദെൻ എന്ന ഫോമിലാണല്ലേ. അപ്പോൾ ഈഫ് ദെന്നിലാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്തായാലും ഞാനിപ്പോൾ ഇതിനെ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, ഇപ്പം നമ്മളിത് പി ഇംപ്ലൈസ് ക്യൂ ഇതിലാണ് വരുന്നത്, പി ഇംപ്ലൈസ് ക്യൂ അല്ലേ. ഈ ഫോമിലുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് പി എന്ന് പറയുന്നത് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ. ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐസോസിലസ്. അങ്ങനെയാണല്ലോ. ഓക്കെ, ഐസോസിലസ്. അങ്ങനെയാണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ആണ് നമ്മൾ എഴുതി വെച്ച് എന്താണ്, ഈഫ് എന്താണ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ then it is isosceles. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് പി ഇംപ്ലൈസ് ക്യൂ എന്താണോ ഞാൻ പറഞ്ഞത്. കോൺട്രാപോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി ആണ്. നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി ആണല്ലോ കോൺട്രാപോസിറ്റീവ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്താൽ എനിക്ക് നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി. നെഗേഷൻ ഓഫ് ക്യൂ, ക്യൂവിൻ്റെ നെഗേഷൻ പറഞ്ഞാൽ ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസിലസ്. അങ്ങനെ ചെയ്താൽ ഇഫ് എ ട്രയാങ്കിൾ
is not isosceles, then it is not equilateral. Then it is not equilateral. ഇതാണ് അതിൻ്റെ കോൺട്രാപോസിറ്റീവ്. ക്ലിയർ ആയല്ലോ അല്ലേ? സോ തന്നത് ഈഫ് പി ദെൻ ക്യൂ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കോൺട്രാപോസിറ്റീവ് പറഞ്ഞാൽ ഈഫ് നഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് അല്ലേ, അല്ലെങ്കിൽ ഈഫ് നഗേഷൻ ഓഫ് ക്യൂ ദെൻ നഗേഷൻ ഓഫ് പി ആണ്. ഓക്കെ. പ്രൂവ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ദാറ്റ് റൂട്ട് 2 ഇസ് റാഷണൽ. ഇത് നമുക്ക് കുറച്ച് അധികം പറയാനുണ്ട്. റൂട്ട് 2 ഇതെന്തായാലും ഇതിങ്ങനെ റൂട്ട് 2 ആവാം, റൂട്ട് 7 ആവാം, റൂട്ട് 11 ആവാം, ഇങ്ങനെ ഏതോ റൂട്ട് 5 ആവാം. അതൊക്കെ ചെയ്യേണ്ടത് ഒരേ മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റൂട്ട് പറഞ്ഞിട്ട് എക്സാമിന് റൂട്ട് 7 ചോദിച്ചിട്ട് അത് അറിയില്ല എന്ന് പറയരുത്. റൂട്ട് 7 ആകുമ്പോൾ റൂട്ട് 2 ചെയ്യുന്നത് പോലെ തന്നെയാണ് 2 വരുന്ന സ്ഥലത്ത് 7 എഴുതണം, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്, റൂട്ട് 2 എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പി എന്ന് എഴുതുകയാണെങ്കിൽ സച്ച് ദാറ്റ് എന്താണ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഇത് എനിക്ക് പ്രൂവ് ചെയ്യണം റൂട്ട് 2 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഞാനിതിനെ കോൺട്രഡിക്ഷൻ മെത്തേഡ്, കോൺട്രഡിക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു നഗേഷൻ ഓഫ് പി ആണ്. അതെന്താണ് വരിക, റൂട്ട് 2 എന്ന് പറയുന്നത് ഈസ് എന്താണ് നോട്ട് ഇറാഷണൽ. ഇറാഷണൽ അല്ലെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് റാഷണൽ ആയിരിക്കും അല്ലേ. ഓർ എനിക്ക് പറയാം, ഓർ എന്താണ് റൂട്ട് 2 ഈസ് റാഷണൽ. അപ്പം ഞാൻ അസ്യൂം ചെയ്യുന്നത് റൂട്ട് 2 റാഷണലാണ്. സോ ഞാൻ പറയുന്നു അസ്യൂം ദാറ്റ് റൂട്ട് 2 ഈസ് എന്താണ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ആണെങ്കിൽ എന്താണ് പ്രത്യേകത, റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാലോ. എന്താ റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത, റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്കതിനെ പി ബൈ ക്യൂ ഓർ എ ബൈ ബി ഫോമിൽ എഴുതാം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ഈ റൂട്ട് 2 എനിക്ക് എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും. റൂട്ട് 2 എന്ത് എഴുതാം, എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ, റാഷണൽ നമ്പർ എനിക്ക് എ ബൈ ബി ഫോമിൽ എഴുതാം. വേർ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. ബി എന്താ ഒരു സീറോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എയും ബിയും രണ്ട് നോൺ സീറോ ഇൻഡിജേഴ്സ് ആണെന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ സീറോ അല്ല, അല്ലെങ്കിൽ നമ്മൾ ബി നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയാം. അങ്ങനെ നമുക്കറിയാം എന്താണ് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണെന്ന് പറയാം, നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എ ആൻഡ് ബി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ദെൻ ദർ എക്സിസ്റ്റ് ഫോർ റൂട്ട് 2 എന്താണ് ഈസ് റാഷണൽ അല്ല, എന്താണ് റാഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ദെൻ ദർ എക്സിസ്റ്റ് ടു പോസിറ്റീവ് ഇൻഡിജേഴ്സ്. എന്നാൽ പിന്നെ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയും. ടു പോസിറ്റീവ് ഇൻഡിജേഴ്സ് എ ആൻഡ് ബി. ടു പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ് എ ആൻഡ് ബി സച്ച് ദാറ്റ് എന്ത് എഴുതാൻ പറ്റും, റൂട്ട് 2 is equal to a by b. റൂട്ട് 2 is equal to a by b where a and b are co-prime numbers എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ എന്ത് പറയാം എ ആൻഡ് ബി ആർ co-prime numbers എന്ന് പറയാം അല്ലേ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ കേട്ടോ, വേർ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ റൂട്ട് 2 പകരം റൂട്ട് 7 ആണെങ്കിൽ 7 ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞത്, റൂട്ട് 2 ഈസ് ഇറാഷണൽ ആണ്. ഞാൻ അതിനെ കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴിയാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ റൂട്ട് 2 എന്ന് പറഞ്ഞ ഒരു റാഷണൽ നമ്പറാണെന്ന് പറയും. റാഷണൽ നമ്പറാണ് എനിക്ക് എ ബൈ ബി ഫോമിൽ എഴുതാൻ സാധിക്കും. അതിൽ എ ബൈ ബി ഫോമിൽ എഴുതാം, വേർ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. അപ്പോൾ എൻ്റെ അസംഷൻ ഇതാണ്, ശ്രദ്ധിച്ചോളൂ. എന്താണ് അസ്യൂം ദാറ്റ് അല്ലേ, എൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 റാഷണൽ നമ്പറാണ്. അതുകൊണ്ട് റൂട്ട് 2 ഞാൻ എ ബൈ ബി ഫോമിൽ എഴുതിയിട്ടുണ്ട്. എയ്ക്കും ബിക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഞാൻ ഇതിനെ സ്ക്വയറിങ് ദ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യാണ്, ആയിക്കോട്ടെ.
സ്ക്വയർ ഇൻ ദ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഞാൻ സ്ക്വയർ ചെയ്തു. അങ്ങനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് √2 എന്ന് പറയുന്നത് അല്ലേ, √2 = എന്തായിരുന്നു നമ്മളെടുത്തത്? a/b അല്ലേ ഉള്ളത്. ഇതിനെ സ്ക്വയർ ചെയ്യാണ്. സോ വിച്ച് ഇംപ്ലൈസ് എനിക്ക് കിട്ടുക 2 = എന്ത് കിട്ടിയിട്ടുണ്ട്? a²/b² എന്ന് കിട്ടും 2ന്. ശരിയല്ലേ? സോ വിച്ച് ഇംപ്ലൈസ് എനിക്ക് എന്ത് കിട്ടും? a² = 2b² എന്ന് കിട്ടുമല്ലോ. a² എന്ത് കിട്ടുന്നു? 2b². അതിനർത്ഥം എന്താണ്? വിച്ച് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് a അല്ലേ? അങ്ങനല്ലേ? a² നിങ്ങൾ ആലോചിച്ച് നോക്കൂ. a² എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? 2b² എന്നാണ്. 2 × b² എന്നാണ് കിട്ടുന്നത്. സോ വിച്ച് ഇംപ്ലൈസ് എന്താണ്? 2 ഡിവൈഡ്സ് എവിടെ പോകുന്നു? എയിൽ പോകുന്നു. 2 ഡിവൈഡ്സ് a എന്ന് പറഞ്ഞാൽ 2 എയിൽ ഡിവൈഡ്. അപ്പോൾ 2 ഉള്ളൊരു നമ്പർ ആയിരിക്കും. 2 എന്തായാലും എയിൽ ഉണ്ടാവും അല്ലേ? 2 ഡിവൈഡ്സ് a. അങ്ങനെയാണെങ്കിൽ എനിക്ക് എനെ എന്ത് എഴുതാൻ പറ്റും? 2 × ഏതെങ്കിലും ഒരു ഇൻറ്റിജർ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ദെൻ എനിക്ക് പറയാം ദെൻ ദർ എക്സിസ്റ്റ് an integer c such that എന്ത് എഴുതാൻ പറ്റും? a = എന്ത് എഴുതാൻ പറ്റും? 7c എന്ന് എഴുതാം. a = എന്ത് എഴുതാൻ പറ്റും? 7c. അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്താലോ? സ്ക്വയറിങ് വി ഗെറ്റ് a² = 7 എന്നുള്ളത് 49 ആവും അല്ലേ? 49c². 49c² എന്ന് എഴുതാൻ പറ്റും അല്ലേ? ബട്ട് നമുക്കറിയാം a² എന്ന് പറയുന്നത് എന്തും കൂടിയാണ്. a² = 2b² ആണ്. സോറി 7 അല്ല, 2 അല്ലേ? 2c². അപ്പോൾ ഇവിടെ എത്ര? 4 അല്ലേ വരിക? 4c² എന്ന് എഴുതാം. ശരിയല്ലേ? പക്ഷേ a² എന്ന് പറയുന്നത് എന്തും കൂടിയാണ്? 2b² കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? വിച്ച് ഇംപ്ലൈസ് എന്ത് എഴുതാം? 2b² = എന്താണ്? 2b² എന്ന് പറയുന്നത് = 4c² ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് b² എന്ന് പറയുന്നത് എന്ത് എഴുതാൻ പറ്റും? 2c² എന്ന് എഴുതാം. 2c² എന്ന് എഴുതാം. വിച്ച് ഇംപ്ലൈസ് എനിക്ക് എന്ത് പറയാൻ പറ്റും? അല്ലേ? b² എനിക്ക് 2c² എന്ന് എഴുതുകയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് b ഡിവൈഡ്സ് ഏതിലാണ് അല്ലേ? സോറി എന്താണ് വരിക? 2 ഡിവൈഡ്സ് b കേട്ടോ. 2 ഡിവൈഡ്സ് വിച്ച് ഇംപ്ലൈസ് എനിക്ക് എന്തുകൂടി പറയാൻ പറ്റും? 2 ഡിവൈഡ്സ് b. 2 എന്തിലും പോകുന്നുണ്ട്? 2 ഡിവൈഡ്സ് ബിയിലും പോകുന്നു. പക്ഷെ നമ്മളിവിടെ കണ്ടോ 2 ഡിവൈഡ്സ് എയിൽ പോകുന്നുണ്ട്. 2 ഡിവൈഡ്സ് ബിയിലും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? 2 എന്ന് പറയുന്ന ആൾ എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അങ്ങനെയാണ് 2 കോമൺ ഫാക്ടറാണ് എൻ്റെ ബിൻ്റെ. അത് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. സോ നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത് നോക്കിക്കോളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് വിച്ച് ഇംപ്ലൈസ് എന്താണ്? വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാൻ പറ്റും 2 എന്ന് പറയുന്നത് ഡിവൈഡ്സ് ബി. നേരത്തെ നമ്മൾ പറഞ്ഞു 2 ഡിവൈഡ്സ് എ. ഇപ്പോൾ 2 എയിലും പോകുന്നുണ്ട് ബിയിലും പോകുന്നുണ്ടെങ്കിൽ 2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് എ ആൻഡ് ബി അല്ലേ? അത് നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഓപ്പോസിറ്റാണ്. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? എയിലും ബിയിലും ഒരു കോമൺ ഫാക്ടറും പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സോ നമുക്ക് പറയാം ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 2 ഡിവൈഡ്സ് എ എന്നും കിട്ടിയിട്ടുണ്ട്, 2 ഡിവൈഡ്സ് ബിയും കിട്ടിയിട്ടുണ്ട്. ദെർഫോർ എന്ത് പറയാം? നമുക്ക് എന്ത് പറയാൻ പറ്റും? So we have already proved that എന്താണ്? 2 divides a. Therefore നമുക്ക് അറിയാം 2 is a common factor of both a and b. Both a and b, which is contradict to our earlier assumption that എന്താണ്? A and B have no common factor. A and B have no common factor അല്ലേ? അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പറയാം therefore our assumption is wrong. നമ്മുടെ അസംഷൻ റോങ് ആണ്.
അല്ലേ? ദെർഫോർ അവർ അസംഷൻ ഈസ് റോങ്. അങ്ങനെ നമ്മുടെ അസംഷൻ റോങ് ആവുകയാണെങ്കിൽ നമുക്ക് പറയാം √7 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി പ്രൂവ് ചെയ്യുക കേട്ടോ. ഹെൻസ് ദ സ്റ്റേറ്റ്മെന്റ് √2 is irrational is true. അത് ട്രൂ ആണ്. ഓക്കെ, ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ എങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചത്? നമ്മൾ ആദ്യം പറയുന്നത് √2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണെന്ന് അസ്യൂം ചെയ്തു. ഒരു റാഷണൽ നമ്പറാണെങ്കിൽ നമുക്കറിയാം അതിൽ 2 ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യും, 2 പോസിറ്റീവ് ഇൻറ്റിജർ എ ആൻഡ് ബി, സച്ച് ദാറ്റ് √2 is equal to a/b എന്ന് എഴുതാം, വേർ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. അതാണ് നമ്മുടെ അസംഷൻ. അതിനുശേഷം നമ്മൾ അതിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ സ്ക്വയർ നമുക്ക് 2 is equal to a²/b² കിട്ടും. a² is equal to എന്ത് കിട്ടുന്നുണ്ട്? 2b² എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് 2 divides a, 2 എയിൽ പോകുന്നു. അതിനുശേഷം നമ്മൾ എങ്ങനെ 2 എയിൽ പോവുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്ലൈക്ക്, അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ഇൻറ്റിജർ സി സച്ച് ദാറ്റ് എന്ത് എഴുതാൻ പറ്റും? a is equal to 2c എന്ന് എഴുതാൻ പറ്റും. അത് നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് a² is equal to 4c² കിട്ടും. പക്ഷേ a² നമുക്കറിയാം എന്താണ് നേരത്തെ എന്താണ് 4b² ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2b². അപ്പോൾ 2b² is equal to 4b² കിട്ടും. b² is equal to 2c² കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 divides b, ബിയിലും പോകും. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്നത് ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് ഏതാണ് എ ആൻഡ് ബി, വിച്ച് ഈസ് കോൺട്രഡിക്ഷൻ ടു അവർ ഏർലിയർ അസംഷൻ ആണ് എന്ത് എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. ദെർഫോർ അവർ അസംഷൻ ഈസ് റോങ്. നമ്മുടെ അസംഷൻ റോങ് ആണ്. അതുകൊണ്ട് √7 ഈസ് ഇറാഷണൽ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പഠിക്കുക കേട്ടോ. കാരണം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സംഭവം. ഇത് എല്ലാ എക്സാമിലും കയറി വരാറുണ്ട്. √2 √7 അങ്ങനെയൊക്കെ പറഞ്ഞ് കയറി വരും. ഓക്കെ, അതുകൊണ്ട് അത് നല്ലതുപോലെ നോക്കിക്കോളാം. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Write the contrapositive of the statement if a number is divisible by 9 then it is divisible by 3. അല്ലേ? ഇത് ഇവിടുത്തെ എന്നെ വെച്ച് നമുക്ക് പറഞ്ഞൂടെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പറഞ്ഞു നോക്കടോ? ഇഫ് എ നമ്പർ ഈസ് നോട്ട് divisible by 3 then it is not divisible by 9. ഇതാണ് കോൺട്രാപോസിറ്റീവ്. ഓക്കെ, ഇഫ് എ നമ്പർ ഈസ് divisible by 9 then it is not divisible by 3 ആണ്. സോ ഇതെന്ന് പറയുന്നത് P implies Q ആണ്. അതിൽ P ആണ് എ നമ്പർ ഈസ് divisible by 9, Q ആണ് എ നമ്പർ ഈസ് divisible by 3. അപ്പോൾ നമുക്കിതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇഫ് എ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. കൺസിഡർ സ്റ്റേറ്റ്മെന്റ് P such that if x is equal to 2 then x² is equal to 4. Write the corresponding contrapositive of this statement. ഇതിൻ്റെ corresponding contrapositive എഴുതാനാണ് അല്ലേ? ഇതും സംഭവം ഇതുപോലെ തന്നെയാണ്. എങ്ങനെ എഴുതാം? ഇങ്ങനെയുള്ള if P then Q തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇഫ് എന്ന് പറയുന്നത് x equal to 2 then x² is equal to 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ P എന്ന് പറയുന്ന ഇപ്പോൾ P മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് Q എന്ന് എടുക്കാം. P അവിടെ ഉണ്ടല്ലോ. Q എന്ന് പറയുന്നത് x is equal to 2 ആണ്. ഇനി R എന്ന് പറയുന്നത് such that x² is equal to 4 ആണ്. അങ്ങനെയാണ് P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? Q implies R ആണ്. ശരിയല്ലേ? അങ്ങനെയാണ് അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗേഷൻ ഓഫ് R implies നെഗേഷൻ ഓഫ് P ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം if എന്താണ് x² is not equal to 4, x² എന്ന് പറയുന്നത് 4 അല്ല, then x is not equal to 2. അങ്ങനെയല്ലേ വരിക? ശരിയല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇഫ് x² is not equal to 4, എങ്ങനെയാണ്? if x² is not equal to 4 then x is not equal to 2.
ഇത്രയേ ഉള്ളൂ കേട്ടോ. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 2. അതാണ് കോൺട്രാപോസിറ്റീവ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് 6 എന്താണ് സെൻറ്റൻസസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്ന ഏത് സെൻറ്റൻസിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കാമെന്ന് ചോദിച്ചു അല്ലേ. 275 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. 275 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അത് തെറ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സെൻറ്റൻസ് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ബാക്കിയോ, മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണോ, നിങ്ങളോടിപ്പോൾ ഒരാൾ പറയുകയാണ് മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ടാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ് മാത്സ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ചിലപ്പോൾ ചിരി വരാം, ചില ആൾക്കാർക്ക് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് അങ്ങനെയായിരിക്കും, ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇത് എന്താണ്, സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു ആംബിഗ്യസ് സെൻറ്റൻസ് ആണ് കേട്ടോ. ഇനി ആൻസർ ദിസ് ക്വസ്റ്റ്യൻ അല്ലേ, അങ്ങനത്തെ ഒന്നും പറ്റില്ല ഞാൻ പറഞ്ഞു. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ അല്ലേ, അതൊരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ അതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ടുഡേ ഈസ് എ റെയിനി ഡേ. ടുഡേ ഈസ് എ റെയിൻ, അവിടെ നമ്മൾ ഒരു വേരിയബിൾ ടൈം വന്നു, അതുകൊണ്ട് അതും സ്റ്റേറ്റ്മെൻ്റ് അല്ല. സോ ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 275 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. റൈറ്റ് the negation of the statement √2 is irrational. ഇനി ഞാൻ ഇതിനെപ്പറ്റി പറയണമെന്നില്ല അല്ലേ, ഇതിന് നെഗേഷനൊക്കെ അറിയാം. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് √2 is irrational എന്നാണെങ്കിൽ നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത് √2 is എന്ത് എഴുതാം, റാഷണൽ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, √2 is എന്താണ്, നോട്ട് ഇറാഷണൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇറ്റ് ഈസ് false that √2 is irrational. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് √2 is irrational. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതിൽ ഏത് വേണേൽ എടുക്കാം. ഏറ്റവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞായിരിക്കും നല്ലത്. കാരണം നോട്ട് നമ്മൾ ചിലപ്പം നമുക്ക് എവിടെ ചേർക്കേണ്ട സ്ഥലമൊക്കെ മാറിപ്പോയാൽ അതിൻ്റെ മീനിങ് ഒക്കെ മാറി ചില കുഴപ്പങ്ങൾ വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതിൽ നല്ല പരിപാടി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നെഗേഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റോ വെച്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വേറെ വഴികളുണ്ട്, ഞാൻ നെഗേഷൻ എഴുതി തരാം. അപ്പം ഞാനിത് പി ആണ്, പി സച്ച് ദാറ്റ് എന്താണ്, എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇത് ചില ആൾക്കാർ എവരി നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതി. അങ്ങനെ എഴുതരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നല്ലത് ഇതാണ്, നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്. കാരണം ഇവിടെ എവരി എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ട്, എവരി ജർമ്മൻ സ്പീക്ക് ജർമ്മൻ. അത് നമ്മൾ പറയാം നോട്ട് എവരി ജർമ്മൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അല്ലാണ്ട് നോട്ട് വേറെ എവിടെയും ചേർത്തല്ല അതിൻ്റെ മീനിങ് മാറും. അപ്പോൾ അത് നോക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നെഗേഷൻ ആയിരിക്കില്ല കേട്ടോ. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്താണ്, എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉണ്ട്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ വെച്ചിട്ട് പറയാം ദർ എക്സിസ്റ്റ്, അങ്ങനെയും പറയാം. നെഗേഷൻ ഓഫ് പി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, ദർ എക്സിസ്റ്റ് വെച്ചിട്ട് പറയാം ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. ആ രീതിയിലും പറയാൻ പറ്റും. അങ്ങനെയാണ് ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെ എഴുതാം. അല്ലാണ്ട് എഴുതിയാൽ അത് നെഗേഷനായിട്ട് മാറൂല, തെറ്റായി പോകും കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം, ദർ എക്സിസ്റ്റ്
എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ ചെയ്യുന്ന എഴുതാം. അപ്പോൾ എവരി ഇങ്ങനെ സംഭവങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ക്വാണ്ടിഫയേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു എക്സാം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ നഗേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കരുത്. എവരി നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതരുത്. ഒന്നിക്കൽ നിങ്ങൾ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്താണ് എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തേതാണ് റൈറ്റ് ദ നഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദ സം ഓഫ് 3 and 4 is 7. അത് നമ്മൾ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് വെച്ച് എഴുതിക്കോളും. പിന്നെ റൈറ്റ് ദ കമ്പോണൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളോട് കമ്പോണൻസ് മാത്രം എഴുതിയാൽ മതി. ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ് എന്നാണുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കമ്പോണൻസ്, ഒരു കമ്പോണൻ്റ് ഏതാ, ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന. അടുത്ത കമ്പോണൻ്റ് ഏതാ, ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഉത്തർപ്രദേശ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എഴുതി വെച്ചത്. ആൻഡ് വെച്ചിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്തത്. ഓക്കെ, റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. കോൺവേഴ്സ് ആണ് ഇഫ് എ നമ്പർ n ഈസ് ഈവൻ ദെൻ n സ്ക്വയർ ഈസ് ഈവൻ. ഓക്കെ, ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. നോക്കിക്കോളൂ. ഓക്കെ, 7ാമത്തത്. അപ്പോൾ ആദ്യം റൈറ്റ് ദ നഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ദ സം ഓഫ് 3 and 4 ഈസ് എന്താണ് 7. അപ്പോൾ അത് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് വെച്ച് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ രണ്ട് രീതി പറയാം. ഒന്നുകിൽ ഞാൻ ഇങ്ങനെ എഴുതും, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ദ സം ഓഫ് 3 and 4 ഈസ് 7 എന്ന് എഴുതും. ഇത് ശരിക്കും ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. പക്ഷേ നമ്മൾ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് എഴുതി. അല്ലെങ്കിൽ ഓർ ഞാൻ ഇങ്ങനെ എഴുതും, എന്താണ് ദ സം ഓഫ് 3 and 7 എന്ന് പറയുന്നത് ഈസ് നോട്ട് 3 and 4 ഈസ് നോട്ട് 7 കേട്ടോ. ദ സം ഓഫ് 3 and 4 ഈസ് നോട്ട് 7 അങ്ങനെ എഴുതും. ദ സം ഓഫ് 3 and 4 ഈസ് നോട്ട് 7. ആ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, നേരെ ബി ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. റൈറ്റ് ദ കമ്പോണൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ്. ഒരു കമ്പോണൻറ്റ് പി ഞാൻ എന്ത് ചെയ്തു, ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഏതാണ് ഹരിയാന. ഇതൊന്ന്. ഓക്കെ, വേറെ ഒന്ന് ക്യൂ എന്ന് പറഞ്ഞ എഴുതാം. അത് ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഏതാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. ഓക്കെ, ഇതാണ് അതിൻ്റെ കമ്പോണൻറ്റ്. സോ കമ്പോണൻറ്റ് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതാനില്ല കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റിലേക്ക് പോകാം. റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ നമ്പർ n ഈസ് ഈവൺ ദെൻ n സ്ക്വയർ ഈസ് ഈവൺ. അപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ P ഇംപ്ലൈസ് Q ആണ് കേട്ടോ. P ഇംപ്ലൈസ് Q ആണ് ഞാൻ എഴുതുന്നത്. ഇഫ് എ നമ്പർ n ഈസ് ഈവൺ then n സ്ക്വയർ ഈസ് ഈവൺ. ഇതാണ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ എന്താ എഴുതേണ്ടത്, കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺവേഴ്സ് എന്താണ്, Q ഇംപ്ലൈസ് P ആണ്. കോൺവേഴ്സ് എന്ന് പറയുന്നത് Q ഇംപ്ലൈസ് P ആണ് അല്ലേ. അതെങ്ങനെ വരിക, എങ്ങനെ എഴുതാം, കോൺവേഴ്സ് നേരെ തിരിച്ച് എഴുതിയാൽ മതി. ഇഫ് എന്താണ്, ഇഫ് എ നമ്പർ n സ്ക്വയർ ഈസ് ഈവൺ, അങ്ങനെയാണെങ്കിൽ ദെൻ n ഈസ് ഈവൺ അങ്ങനെയും പറയാം കേട്ടോ. അതാണ് അതിൻ്റെ കോൺവേഴ്സ് വരും. എങ്ങനെയാണ്, ഇഫ് എ നമ്പർ n ഈസ് ഈവൺ ദെൻ n സ്ക്വയർ ഈസ് ഈവൺ. ഇഫ് എ നമ്പർ എന്താണ് n സ്ക്വയർ ഈസ് ഈവൺ, n സ്ക്വയർ എന്ന് പറയുന്ന നമ്പർ ഈവൺ ആണെങ്കിൽ ദെൻ n എന്ന് പറയുന്നത് ഈസ് ഈവൺ. ഇത്രയേ ഉള്ളൂ അല്ലേ. Q ഇംപ്ലൈസ് P എന്ന് എഴുതിയാൽ മതി. അപ്പം ശരിയായല്ലോ അല്ലേ. അതാണ് കോൺവേഴ്സ്. ശ്രദ്ധിക്കണം, കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും തമ്മിൽ മാറിപ്പോയത് കേട്ടോ. കോൺവേഴ്സും ചോദിക്കും, കോൺട്രാപോസിറ്റീവും. കോൺട്രാപോസിറ്റീവ് ആണ് ഇതിന് നഗേഷൻ ഓഫ് Q നഗേഷൻ കൊടുത്തു വെച്ചാൽ മതി. അപ്പോൾ അത് കോൺവേഴ്സ് കോൺട്രാപോസിറ്റീവായിട്ട് മാറി. നഗേഷൻ ഓഫ് Q ഇംപ്ലൈസ് നഗേഷൻ ഓഫ് P, അതാണല്ലോ അല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എട്ടാമത്തത് റൈറ്റ് ദ നഗേഷൻ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓൾ ട്രയാങ്കിൾസ് കണ്ടോ, ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ എന്താണ്
നഗേഷനാണ് എഴുതാൻ പറ്റുക. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ ഇത് ഡയറക്റ്റ് ചെയ്താൽ പറ്റും. ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മതി. എല്ലാ ട്രയാങ്കിൾസും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എന്താണ്, ഒന്നുകിൽ നമ്മൾ പറയാം ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വലാറ്ററൽ. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ എഴുതുന്ന നല്ലത് നഗേഷൻ കേട്ടോ. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റോ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, 9. Write the negation of the statement both the diagonals of a rectangle have the same length. Both the diagonals of a rectangle have the same length. Then prove that the statement product of two odd integer is odd by proving its contradiction. Contradiction വഴി നമുക്ക് product of two odd integer is odd എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ് 9ാമത്തെ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഓക്കെ, സോ ഞാൻ ആദ്യം കോൺവേഴ്സ് ആണ് എഴുതാൻ പോകുന്നത്. കോൺവേഴ്സ് നഗേഷനാണ് എഴുതാൻ പോകുന്നത് അല്ലേ. ഇപ്പോൾ നഗേഷനാണ് എന്താ ഉള്ളത് ഇവിടെ. റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് എന്താണ്, ബോത്ത് ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവ് ദ സെയിം ലെങ്ത്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസിന് സെയിം ലെങ്ത് ആയിരിക്കും എന്നുള്ളതിൻ്റെ നെഗേഷനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ നമുക്ക് ലെറ്റ് പി കൊടുക്കാം അല്ലേ. ലെറ്റ് പി സച്ച് ദാറ്റ് എന്താണ്, ബോത്ത് ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവ് ദ സെയിം ലെങ്ത്. അങ്ങനെയാണ് നഗേഷൻ ഓഫ് പി. ഞാൻ വെറുതെ വേറെ വഴിക്കൊന്നുമില്ല. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് both the diagonals of a rectangle have the same length. അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നഗേഷൻ. അത് നമ്മൾ വേറെ രീതിയിലൊന്നും പറയില്ല, എങ്ങനെ പറഞ്ഞാൽ പോവാം കേട്ടോ. ഇനി പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് two odd integer is odd by proving its contradiction. കോൺട്രഡിക്ഷൻ വഴി നമുക്കത് പ്രൂവ് ചെയ്യണം. പ്രൊഡക്റ്റ് ഓഫ് ടു ഇൻറ്റിജർ ഈസ് എന്താണ്, എന്താണ് പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജർ ഈസ് ഓഡ്. അപ്പോൾ അതിൻ്റെ നഗേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജർ ഈസ് എന്താണ്, ഈവൺ. അതാണ് അതിൻ്റെ നഗേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്, പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജർ, 2 ഓഡ് ഇൻറ്റിജറിൻ്റെ പ്രൊഡക്റ്റ് ഓടായിരിക്കും നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അതിൻ്റെ കോൺട്രഡിക്ഷൻ പറഞ്ഞത് പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജർ ഈസ് ഈവൺ എന്ന് പറഞ്ഞു. പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജർ ഈസ് ഈവൺ എന്നാണ് ഞാൻ അതിൻ്റെ നഗേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പം ലെറ്റ് പി എന്ന് പറയുന്നത് സച്ച് ദാറ്റ് എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജർ, odd integers is odd. അങ്ങനെയാണ് ഇതിൻ്റെ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നഗേഷൻ ഓഫ് പി അല്ലേ. അങ്ങനെയാണ് പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജർ is not odd. Not odd എന്ന് പറഞ്ഞാൽ എന്താണ്, ഈവൺ ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജേഴ്സ് ഈസ് ഈവൺ. ഇങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ അസ്യൂം ചെയ്യുന്നത് എന്താണ്, 2 ഓഡ് ഇൻറ്റിജറിൻ്റെ പ്രോഡക്റ്റ് ഈവൺ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. എന്നിട്ട് ഞാനത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും എന്താണ്, ഈവൺ ആണെന്ന്. അങ്ങനെ എനിക്ക് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എൻ്റെ അസംഷൻ എന്താണ്, റോങ് ആണ്. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, ശരിയായിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഞാൻ അസ്യൂം ചെയ്യാണ്. Assume that product of two odd integers is odd എന്ന് ഞാൻ is even എന്ന് ഞാൻ അസ്യൂം ചെയ്തു. is even എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ ആണ് ഞാൻ അസ്യൂം ചെയ്തത് അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് എന്താണ്, ടു എന്താണ് ഓഡ് ഇൻറ്റിജേഴ്സ് ഈസ് ഈവൺ നോട്ട് ഓഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, ഞാൻ രണ്ട് ഓഡ് ഇൻറ്റിജർ എടുക്കുന്നു. ലെറ്റ് എക്സ് ആൻഡ് വൈ ആർ ടു ഓഡ് ഇൻറ്റിജേഴ്സ്. ഓഡ് ഇൻറ്റിജേഴ്സിന് എനിക്ക് എങ്ങനെ എഴുതാടോ, ഈവൺ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ 2 ഇല്ല 2n എന്നുള്ള രീതിയിൽ എഴുതാം. ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ 2n+1 എന്ന് എഴുതിയാൽ അപ്പോൾ അത് എന്തായിരിക്കും, ഓഡ് ഇൻറ്റിജർ ആവും. സോ ഞാൻ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇംപ്ലൈസ് എക്സ് എന്ന് പറഞ്ഞ് ഞാൻ 2n+1 എന്ന് എഴുതി. ആൻഡ് വൈ എന്ന് പറയുന്നത് 2m+1 എന്ന് എഴുതി. രണ്ട് ഓഡ് ഇൻറ്റിജർ അല്ലേ, രണ്ട് വേറെ വേറെ ഓഡ് ഇൻറ്റിജറാണ്. ഒന്ന് 2n+1 എന്നുള്ള ഓഡ് ഇൻറ്റിജർ, മറ്റേ 2m+1 എന്നൊരു ഓഡ് ഇൻറ്റിജർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ് വൈ കാണാൻ പോവാണ്. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് വൈ എന്ന് പറയുന്നത് 2n+1 ഇൻറ്റു എന്തെടുക്കാം, 2m+1 എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് വരിക 4nm + 2n + 2m+1 എഴുതാം. ഇതിലൊക്കെ 2 ഉണ്ടല്ലോടോ, അപ്പോൾ അത് 2 ഇൻറ്റു nm + n+m എന്ന് എഴുതിക്കൂടെ, +1 എന്ന് പറഞ്ഞാൽ 2m+1 പോലെ തന്നെ ഉണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് സെയിം ആസ് ഇറ്റ് ഈസ് ഈക്വൽ ടു, എനിക്ക് വേണമെങ്കിൽ 2k + m എന്ന് പറയാം. 2k + n 1 ആണ്, m അല്ല, 2k + 1. ഇതെന്ത് തന്നെയാണ്, വിച്ച് ഈസ് ഓഡ്. ദാറ്റ് ഈസ് എന്താണ്, എക്സ് വൈ എന്ന് പറയുന്നത് ഈസ് ഓഡ്. എക്സ് വൈ ഓഡായിട്ട് മാറി അല്ലേ. എക്സ് വൈ എന്ന് പറയുന്നത് ഓഡാണ്. ഇറ്റ് ഈസ് കോൺട്രഡിക്ഷൻ ടു അവർ ഏർലിയർ അസംഷൻ. എന്താണ്, ഞാൻ ഇങ്ങോട്ട് എഴുതട്ടെ. ഇറ്റ് ഈസ് കോൺട്രഡിക്ഷൻ ടു അവർ ഏർലിയർ assumption that എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജേഴ്സ് is even. Therefore, our assumption is wrong. അതുകൊണ്ട് നമ്മുടെ അസംഷൻ റോങ് ആണ്. Therefore, our assumption is എന്താണോ, assumption is wrong. റോങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, therefore the given statement എന്താണ്, therefore the given statement എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജേഴ്സ് ഈസ് ഓഡ് ഈസ് എന്താണ്, ട്രൂ. അത് ട്രൂ ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് ഇൻറ്റിജേഴ്സ് ഇസ് ട്രൂ. ഓക്കെ, ഇതാണ് നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ലെവലുകൾ കേട്ടോ. ഈ ഒരു ലെവലുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. കോൺവേഴ്സ്, കോൺട്രാപ്പോസിറ്റ്, റൂട്ട് 7 അല്ലെങ്കിൽ റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുക, ഇങ്ങനെ ഏതെങ്കിലും ചെറിയൊരു സംഭവങ്ങളും ചോദിക്കും. ഇതാണുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററാണ്. ഓക്കെ, സോ റീസണിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.
ഹായ്, ഇനി നമ്മൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ പ്രോബബിലിറ്റി നിങ്ങൾക്കറിയാം ചെറിയൊരു ചാപ്റ്ററാണ്. അതിലും നേരത്തെ റീസണിങ്ങിൽ പറഞ്ഞ പോലെ വളരെ കുറച്ച് മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. എങ്കിലും അതിനെപ്പറ്റി കുറച്ച് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബബിലിറ്റിയിൽ പഠിക്കുന്നത് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസ് അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന് റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം അതായത് നമുക്ക് ഏതാണ് റിസൾട്ട്, ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റിൽ എന്താണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡാണോ ടെയിലാണോ വീഴുന്നത് എന്ന് നമുക്ക് ആദ്യമേ പറയാൻ കഴിയില്ല. അത്തരം എക്സ്പെരിമെൻറ്റ് ഡൈ ത്രോ ചെയ്യുമ്പോൾ അല്ലേ 1 2 3 4 5 6 ഇതിൽ ഏത് നമ്പർ വേണമെങ്കിൽ വീഴാം. സോ ഇത്തരം എക്സ്പെരിമെൻറ്റ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം അതിൽ ഞാൻ വേറൊരു വേർഡ് ഉപയോഗിച്ചു, ഔട്ട്കംസ്. ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ പോസിബിൾ റിസൾട്ട്സ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് പോസിബിൾ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഔട്ട്കം എന്ന് വിളിക്കുന്നത്. പോസിബിൾ ആയിട്ടുള്ള ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹെഡും വീഴാം ടെയിലും വീഴാം. ഇതൊക്കെ എന്താണ് ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് ആണ്, ഔട്ട്കംസ്. ഓക്കെ, ഇനി വേറൊന്നുള്ളത് എന്താണ്, സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റാണ്, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് പോസിബിൾ എല്ലാ ഔട്ട്കംസിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് എസ് ആണ്. ഇത് നമ്മുടെ സെറ്റ് തിയറിയിലെ യൂണിവേഴ്സൽ സെറ്റിന് പകരക്കാരനായിട്ട് നിൽക്കുന്നു അല്ലേ. അതായത് പ്രോബബിലിറ്റിയിൽ യൂണിവേഴ്സൽ സെറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാകുന്ന എല്ലാ പോസിബിളായിട്ടുള്ള എല്ലാ ഔട്ട്കംസിൻ്റെയും സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ഞാൻ 2 പ്രാവശ്യം ഇടുകയാണെങ്കിൽ when a coin is tossed twice or 2 coins are tossed once, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ HH HT TH TT ആയിരിക്കും അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. ഇതിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിൾ പോയിൻറ്റ്. സാമ്പിൾ പോയിൻറ്റ് എന്താ വിളിക്കുക, സാമ്പിൾ പോയിൻറ്റ്. ഓക്കെ, സാമ്പിൾ പോയിൻറ്റ് എന്ന് വിളിക്കും. പിന്നെ നമ്മൾ പഠിച്ച വേറൊന്നാണ് ഇവൻറ്റ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ആണ്. നമുക്കറിയാം ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ് അല്ല, ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ ഫൈ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഓൾ സെറ്റ്, അത് പറയാം അല്ലെ, എവരി സെറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഇതിലൊരു ഇതുമായിട്ട് റിലേറ്റ് ഉള്ള ഒരു ഇവൻ്റ് ആണ് ഈ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഞാൻ എഴുതുന്നത് അറ്റ്ലീസ്റ്റ് 1 ഹെഡാണ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് എഴുതി. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് എഴുതുകയാണെങ്കിൽ എനിക്കിവിടെ പറയാൻ പറ്റുന്നത് HD എഴുതാൻ പറ്റും, TH എഴുതാൻ പറ്റും, HH എഴുതാൻ പറ്റും. ഇതാണ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഓക്കെ, ഇനി എറ്റ് മോസ്റ്റ് 1 ഹെഡ് എന്നാണുള്ളതെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാക്സിമം ഒരു ഹെഡ് വരെ പറ്റും. അങ്ങനെയാണ് TT HT TH വരും അല്ലേ, ഇതാണ് വരിക. ഇനി എക്സാക്ട്ലി 1 ഹെഡ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, HTയും THും മാത്രമേ ഉണ്ടാവും. HTയും TH. ഓക്കെ, എക്സാക്ട്ലി 1 ഹെഡ് ആണെങ്കിൽ HTയും THും മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മളിതിൽ പറയാൻ പോകുന്നത് 2 ഇവൻറ്റുകൾ അല്ലേ. ഇപ്പോൾ നമുക്ക് 2 ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് 2 ഇവൻറ്റ് എങ്കിൽ എയും ബിയും 2 ഇവൻറ്റുകളാണ്. ആ 2 ഇവൻറ്റുകളും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫൈ ആയിരിക്കും. എയും ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും, ഫൈ ആയിരിക്കും അല്ലേ. എയും ബിയും സിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു ഫൈ ആയിരിക്കും. അതേപോലെ എ ഇൻ്റർസെക്ഷൻ ബി ഫൈ ആയിരിക്കും, ബി ഇൻ്റർസെക്ഷൻ സി ഫൈ ആയിരിക്കും, എ ഇൻ്റർസെക്ഷൻ സി എന്തായിരിക്കും, ഫൈ ആയിരിക്കും. ഓക്കെ, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലേ. ഇനി എക്സ്ഹോസ്റ്റീവ് ഇവൻസ് ഉണ്ട്. എക്സ്ഹോസ്റ്റീവ് ഇവൻസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ സാമ്പിൾ സ്പേസ് ആയിരിക്കും. സോ എയും ബിയും എക്സോസ്റ്റീവ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എസ് ആയിരിക്കും. സോ സെറ്റ് ഓഫ് ഇവൻസ് E1 E2 E3 എക്സെട്ര EN എന്ന് പറയുന്നത് എക്സ്ഹോസ്റ്റീവ് ആണെങ്കിൽ E1 യൂണിയൻ E2 യൂണിയൻ E3 യൂണിയൻ എക്സെട്ര യൂണിയൻ EN എന്ന് പറയുന്നത് ഈക്വൽ ടു എസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് സിമ്പിൾ ഇവൻ്റ് ആണ്. ഒരേ ഒരു എലമെൻ്റ് ഉള്ളതിനാണ് നമ്മൾ സിമ്പിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് ഇവൻറ്റ്സ് എന്നാണ് വിളിക്കുക, കോമ്പൗണ്ട് ഇവൻറ്റ്സ്. ഓക്കെ, സിമ്പിൾ ഇവൻ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇവൻ്റ് ഉണ്ട്. ഇനി നോക്കിക്കോളൂ. ഇനി ഇവൻ്റ്
എ ഓർ ബി എന്ന് പറഞ്ഞാൽ അത് എ യൂണിയൻ ബി എന്നാണ് അർത്ഥം. ഇവൻ്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. ഇവൻ്റ് എ നോട്ട് എ അല്ലേ, നോട്ട് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എ കോംപ്ലിമെൻ്റ് എന്താണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് എസ് ആണെന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. സോ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എ ആണ്, എസ് മൈനസ് എ. ഓക്കെ, ഇനി നമുക്കറിയാം ഇവൻ്റ് എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാൽ അത് എ മൈനസ് ബി ആണ്. അത് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്, അതായത് എ ഉണ്ട് ബി ഇല്ല അല്ലേ. എ മൈനസ് ബി ആണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്നും പറയാൻ പറ്റും അല്ലേ. എ ബട്ട് നോട്ട് ബി, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. ബി ബട്ട് നോട്ട് എ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ആണ്, ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ഇനി ചിലപ്പം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, നൈദർ എ ഇവൻ്റ് നൈദർ എ നോർ ബി. നൈദർ എ നോർ ബി പറഞ്ഞാൽ അതിനർത്ഥം നോട്ട് എ, എ ഇല്ല, ആൻഡ് ആരും ഇല്ല, നോട്ട് ബി, ബിയും ഇല്ല. അത് നമ്മൾ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എഴുതും. അതിന് വേണേൽ എനിക്ക് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എഴുതാം, ഡി മോർഗൻസ് ലോ അല്ലേ. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം, ഡി മോർഗൻ. അപ്പോൾ സെറ്റിലെ എല്ലാ ഓപ്പറേഷൻസും ഇവൻ്റ് എന്താണ് ഇതിൽ ഈ ഇവൻറ്റിനെ സംബന്ധിച്ചോളം അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡി മോർഗൻസ് ലോ പ്രകാരം എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവൻറ്റിൽ പറഞ്ഞു, ഇവൻ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇവൻറ്റിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് അക്സമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബ്ലം, പ്രോബബിലിറ്റിൻ്റെ റൂൾസ് വൈസുള്ള ഡെഫിനിഷനാണ്. അങ്ങനെ റൂൾസ് വൈസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പി ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഇവൻറ്റ്, നടക്കാത്തൊരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി ഷുവർ ഇവൻറ്റ് എന്നാൽ സാമ്പിൾ സ്പേസ് അല്ല, സാമ്പിൾ സ്പേസ് എന്നാൽ അതൊരു ഷുവർ ഇവൻറ്റ്. എന്നാൽ എല്ലാ ഇവൻറ്റുകളും, അതായത് എല്ലാ ഔട്ട്കംസും പോസിബിളായ എല്ലാ ഔട്ട്കംസും അടങ്ങിയിരിക്കുന്ന ആ ഇവൻറ്റിനെയാണ് നമ്മൾ ഷുവർ ഇവൻറ്റ് പറയാം. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ എല്ലാ ഔട്ട്കംസും അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഔട്ട്കംസും ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇവൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഷുവർ ഇവൻറ്റ്. സാമ്പിൾ സ്പേസ് എന്തായാലും ഒരു ഷുവർ ഇവൻ്റ് ആയിരിക്കും അല്ലേ, കാരണം അതിൽ നമ്മൾ പറഞ്ഞൊരു സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി 1 ആയിരിക്കും കേട്ടോ. അപ്പോൾ പ്രോബിലിറ്റീൻ്റെ വാല്യൂ എവിടെ നിങ്ങളുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 1 വരെ ഉണ്ടാവും കേട്ടോ. പ്രോബിലിറ്റീൻ്റെ വാല്യൂ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 1 വരെ ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ റിയൽ വാല്യൂഡ് ആണ്. പക്ഷെ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്, അതിൻ്റെ സാമ്പിൾ സ്പേസ് വരുന്നത് ഇങ്ങനെയാണ്, ω1 ω2 ω3 എക്സെട്ര ωn ആണ് അതിൻ്റെ ഔട്ട്കംസ് എന്ന് വിചാരിച്ചോ. ഇതൊക്കെ ഔട്ട്കംസ് ആണ്. ഇത് മൊത്തം അതിൻ്റെ സാമ്പിൾ സ്പേസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം പി ഓഫ് ω എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പി ഓഫ് ω എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ, ഇതിലുള്ള ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 2 3 എക്സെട്ര അങ്ങനെ പോകുന്നു. പി ഓഫ് ω ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. ചിലപ്പം 1 ആവും, ചിലപ്പം ഏതെങ്കിലും ഒരു 1 ആകുകയാണെങ്കിൽ ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, പി ഓഫ് ω1 പ്ലസ് പി ഓഫ് ω2 പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് ωn എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. 1 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻ്റ് ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ്. അപ്പോൾ നിങ്ങൾ സപ്പോസ് ഇ എന്ന് പറഞ്ഞ ഇവൻ്റ് ഇങ്ങനെയാണ് വെച്ചു, ω1 ω2 ω3 ഇങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ, പ്രോബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, പി ഓഫ് ω1 പ്ലസ് പി ഓഫ് ω2 പ്ലസ് എന്തായിരിക്കും പി ഓഫ് ω3. അങ്ങനെയാണെങ്കിൽ അതിൽ ഓരോ സിമ്പിൾ ഇവൻറ്റിൻ്റെയും പ്രോബിലിറ്റിൻ്റെ സം ആയിരിക്കണം ശരിക്കും ഉണ്ടാവേണ്ടത്. ഇതാണ് ശരിക്കും റൂൾസ് വൈസ് നമ്മൾ പ്രോബിലിറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതാണ് ഓക്സിയോമാറ്റിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിൽ ചിലപ്പം ഈ ഔട്ട്കംസ് ഈക്വലി ലൈക്ലി ഒക്കെ ആവും. ഈക്വലി ലൈക്ലി ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഡൈ ത്രോ ചെയ്താൽ നമുക്കറിയാം സാമ്പിൾ സ്പേസിൽ 1 2 3 4 5 6 ഇതാണല്ലോ ഉണ്ടാവുക അല്ലേ, ഡൈ ത്രോ ചെയ്യുമ്പോൾ ഔട്ട്കംസ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം പി ഓഫ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്, 1/6 ആണ്. 6 ഒരു ചാൻസ് ആണ് 1 വീഴാനുള്ളത്. ഇത് തന്നെയാണ് ആർക്കും ഉണ്ടാവുക, പി ഓഫ് 2 അല്ലെ, ഇത് തന്നെയാണ് പി ഓഫ് 3, ഇത് തന്നെയാണ് പി ഓഫ് 4, ഇത് തന്നെയാണ് പി ഓഫ് 5, ഇത് തന്നെയാണ് പി ഓഫ് 6നും ഉള്ളതെങ്കിൽ നമ്മൾ പറയും ദ ഔട്ട്കംസ് ആർ ഈക്വലി ലൈക്ലി. എല്ലാം വീഴാനുള്ള ചാൻസ് സെയിം ആയിരിക്കണം. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ ഔട്ട്കംസും വീഴാനുള്ള ചാൻസ് സെയിം ആവുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത്
ഔട്ട്കംസ് എന്താണെന്ന് പറയുന്നത്? ഈക്വലി ലൈക്ക്ലി ആണെന്ന് പറയും. ഈക്വലി ലൈക്ക്ലി ആണ് ഔട്ട്കംസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഔട്ട്കംസ് ഈക്വലി ലൈക്ക്ലി ആവുകയാണെങ്കിൽ നമുക്ക് ഒരു ഇവന്റ്, ഇപ്പം ഞാൻ ഇവിടെ ഒരു ഇവന്റ് പറയാണ്, ഈ എന്ന് പറയുന്ന ഇവന്റ് ഈവൻ നമ്പർ ഓൺ ദ ഡേ ആയിക്കോട്ടെ. ഈവൻ നമ്പർ ഓൺ ദ ഡേ. നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ വീഴുന്നത് ഈവൻ നമ്പർ ആവും. അങ്ങനെയാണെങ്കിൽ ശരിക്കും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെയാണ് ഇത് എന്താണ് 2, 4, 6 ആണല്ലോ ഉണ്ടാവും. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നല്ലേ വീഴും അല്ലേ? അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം എന്താണ്? പി ഓഫ് 2 പ്ലസ് പി ഓഫ് 4 പ്ലസ് പി ഓഫ് 6 എന്നാണ്. ശരിക്കും പി ഓഫ് 2 എന്ന് എഴുതേണ്ടത് ഇങ്ങനെയല്ല. പി ഓഫ് എന്താണ്? ഇതാണ് ശരിക്കും ഓരോ സിമ്പിൾ ഇവൻ്റ് ആണ് കേട്ടോ ഇങ്ങനെ. പക്ഷെ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ പി ഓഫ് 2 എന്ന് ഇങ്ങനെ എഴുതുന്നതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എത്ര വരിക? 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 ആണ് എന്ന് പറഞ്ഞാൽ 3/6 ആണ്. ശരിക്കും 3 പറഞ്ഞാൽ എൻ ഓഫ് ഇ ആണ്, 6 എന്ന് പറയുന്നത് എൻ ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാനുള്ളൂ, പി ഓഫ് ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഫേവറബിൾ ടു ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ ഓഫ് ഇ ബൈ എന്ത് വരുന്നത്? എൻ ഓഫ് എസ് എന്ന് വരുന്നത്. സോ വെൻ ദ ഔട്ട്കംസ് ആർ എന്തായിരിക്കണം? ഈക്വലി ലൈക്ക്ലി. ഔട്ട്കംസ് ആർ ഈക്വലി ലൈക്ക്ലി ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് എഴുതുക. അപ്പോൾ നമുക്ക് അധികവും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഔട്ട്കംസ് ഒക്കെ ഈക്വലി ലൈക്ക്ലി തന്നെയാണ്. അവിടെ നമുക്ക് അധികവും ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് എല്ലാം ചെയ്യാനുള്ളത് കേട്ടോ. ഈക്വലി ലൈക്ക്ലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ടിൻ്റെ ബേസിൽ നമുക്ക് വേറെ കുറച്ച് റിസൾട്ടുകൾ പഠിക്കാനുണ്ട്. ആ റിസൾട്ടുകളൊക്കെ ഞാനിവിടെ എഴുതി വെക്കാം. അതിൽ വരുന്നതാണ് പി ഓഫ് എ ഓർ ബി. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പി ഓഫ് എ ഓർ ബി പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ആണ്. അത് വരുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പൈ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് പൈ എന്നാണ് എഴുതാൻ സാധിക്കുക. അതെന്തായിരിക്കും? 0 ആണ്, നമുക്കറിയാവുന്നതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ് വരിക? പി ഓഫ് എ പ്ലസ് എന്ത് വരും? പി ഓഫ് ബി എന്ന് വരും. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് വരും. അത് ശ്രദ്ധിക്കണം. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ ഓർ ബി ഓർ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇനി ഇതിൽ രണ്ടാമത് ഞാൻ ജസ്റ്റ് വെറുതെ പറയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അത് നമുക്ക് പി ഓഫ് എ ആൻഡ് ബി എന്നും വായിക്കാം. എ ആൻഡ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും അല്ലേ. അതങ്ങനെ തന്നെ വരും. ഇനി പി ഓഫ് നോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. ശ്രദ്ധിക്കണം, അത് 1 മൈനസ് പി ഓഫ് എ ആണ്. 1 മൈനസ് പി ഓഫ് എ ആണ്. അതുകൊണ്ട് തന്നെ സിംപ്ലൈസ് എനിക്ക് പറയാൻ പറ്റും പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആയിരിക്കും. ഓക്കെ, പിന്നെ പി ഓഫ് എ ബട്ട് നോട്ട് ബി എന്ന് പറയുന്നത് പി ഓഫ് എ മൈനസ് ബി ആണ്. അല്ലെങ്കിൽ അത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്നും പറയാം. എ നോട്ട് ബി, എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇത് എ ഇത് ബി ആണെങ്കിൽ ഈ ഭാഗമാണ് എ ബട്ട് നോട്ട് ബി, എ മൈനസ് ബി ഓർ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ആണ് ഇത്രയേ ഉള്ളൂ. പി ഓഫ് എന്താണ്? എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ആ നടുവിലത്തെ ഈ ഭാഗം ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. അതങ്ങ് മൈനസ് ചെയ്തേക്കുക. പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അങ്ങനെ പി ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും കേട്ടോ. ബി ബട്ട് നോട്ട് എ. ഇനി പി ഓഫ് നൈദർ എ നോർ ബി എന്ന് പറയുന്നത് എയും ഇല്ല, ബി ഓഫ് എന്താണ് അർത്ഥം? നോട്ട് എ ആൻഡ് എന്താണ്? നോട്ട് ബി ആണ്. എന്ന് പറഞ്ഞാൽ അത് വരുന്നത് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി ആൻഡ് അല്ലേ, ഇൻ്റർസെക്ഷൻ വരും. അത് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? പി ഓഫ് എന്ത് ചെയ്താം? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ചെയ്താൽ അത് 1 മൈനസ് പി ഓഫ് എന്താണ്? എ യൂണിയൻ ബി ആണ്. ഡി മോർഗൻസ് ലോ പ്രകാരമാണ് നമ്മൾ
എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതിയത്. ഓക്കെ അല്ലേ? ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വേണ്ടതാണ് റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഓഫ് ടോസിങ് എ കോയിൻ 3 times. ഓക്കെ, പിന്നെ രണ്ടാമത്തത് എ ആൻഡ് ബി ആർ ടു ഇവൻ സച്ച് ദാറ്റ് പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, ആൻഡ് പി ഓഫ് എ ആൻഡ് ബി ആണ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് പി ഓഫ് എ ഓർ ബി, പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചതും ആ ഒരു ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ആദ്യം റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഓഫ് ടോസിങ് എ കോയിൻ 3 times അല്ലേ? ഒരു കോയിൻ 3 പ്രാവശ്യം ഇടുകയാണ്. അങ്ങനെയാണ് 3 പ്രാവശ്യം ഇടുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കോയിൻ നമ്മൾ 3 പ്രാവശ്യം ഇടുകയാണെങ്കിൽ ഇവിടെ ഹെഡ് വീഴാം, ടെയിൽ വീഴാം, ഇവിടെയും ഹെഡ് വീഴാം, ടെയിൽ വീഴാം, ഹെഡ് വീഴാം, ടെയിൽ വീഴാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ചാൻസ് ഉണ്ട്, ഇവിടെ 2 ചാൻസ് ഉണ്ട്, ഇവിടെ 2. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? 2 × 2 × 2 എത്ര വരും? 8 ആണ് ടോട്ടൽ ഔട്ട്കംസ് വരുന്നത് കേട്ടോ. 2 × 2 × 2 8 ആണ് നമ്മുടെ ടോട്ടൽ ഔട്ട്കംസ് ഉണ്ടാവുക, ടോട്ടൽ ഔട്ട്കംസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസ് വരുന്നത് ഇത്രയേ ഉള്ളൂ. എച്ച് എച്ച് എച്ച്, പിന്നെന്താണ്? എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് ടി ടി, പിന്നെ വരുന്നത് ടി എച്ച് എച്ച്, ടി എച്ച് ടി, ടി ടി എച്ച് ആൻഡ് ടി ടി ടി. ഇതാണ് നമ്മുടെ ഔട്ട്കംസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 8 എണ്ണം അല്ല, അതിൽ 4 എണ്ണം എച്ച് തുടങ്ങുന്നതായിരിക്കും, 4 എണ്ണം ടി തുടങ്ങുന്നതായിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. 1 2 3 4 4 എണ്ണം എച്ചിലും 4 എണ്ണം ടിയിലായിരിക്കും. പിന്നെ ഇവിടെ 2 എണ്ണം എച്ച്, 2 ടി, 2 എച്ച്, 2 ടി, പിന്നെ 1 എച്ച്, 1 ഡി, 1 എച്ച്, 1 ടി, 1 എച്ച്, 1 ടി, 1 എച്ച്, 1 ടി. പരിപാടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആലോചിച്ചാൽ ഇങ്ങനെ 8 എണ്ണം അല്ലേ? അപ്പോൾ ഒരു കോയിൻ നമ്മൾ 4 പ്രാവശ്യം ഇടുകയാണെങ്കിൽ 16 ഔട്ട്കംസ് ഉണ്ടാവും. 16 ഔട്ട്കംസിൽ 8 എണ്ണം എച്ചിലും 8 എണ്ണം ടിയിലായിരിക്കും. അപ്പോൾ 8 8, പിന്നെ 4 4, 2 2, 1 1 അതിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ബി എന്താണ്? എ ആൻഡ് ബി ആർ ടു ഇവൻ സച്ച് ദാറ്റ് പി ഓഫ് എ is equal to 1/4, പി ഓഫ് ബി is equal to 1/2 ആൻഡ് പി ഓഫ് എ ആൻഡ് ബി is equal to 1/8. അപ്പോൾ ഇവിടെ നമുക്ക് പി ഓഫ് എ ആൻഡ് ബി ആണ്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് കേട്ടോ. പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതാണ് എത്ര വന്നത്? 1/8 വന്നിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് പി ഓഫ് എ ഓർ ബി ആണ്. പി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ആണ്, ശരിയല്ലേ? സോ അതെന്താ വരിക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മൾ പഠിച്ച പ്രകാരം. അങ്ങനെയാണെങ്കിൽ ഇത് വരിക 1/4 പ്ലസ് 1/2 മൈനസ് 1/8 ആണ്. ഇത് എത്ര വരിക? 6/8 മൈനസ് 1/8 ദാറ്റ്സ് ഈക്വൽ ടു 5/8. 5/8 ആണ് വരിക. ഇനി പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി കാണണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തതിൻ്റെ ആൻസർ അല്ലേ? രണ്ടാമത്തെ എന്താണ്? പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ആൻഡ് നോട്ട് ബി അല്ലേ? അതിനാണ് അത് വരിക പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വരുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വരുന്നത് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വരുന്നത് ഇസ് ഈക്വൽ ടു 1 മൈനസ് 5/8 ഇസ് ഈക്വൽ ടു 3/8. ആൻസർ കിട്ടിയല്ലോ, 3/8. ഓക്കെ, ഇതാണ് ഉണ്ടാവുക. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോകും. അവിടെ നോക്കിക്കോളൂ കേട്ടോ. എ ബി അല്ലേ? ബി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് എ ആൻഡ് ബി ആണ്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, ബോർഡ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി a committee of 2 person അല്ലേ? A committee of 2 person is selected from 2 men and 2 women. What is the probability that the committee will have 1 man അല്ലേ? അപ്പോൾ നമ്മൾ ടോട്ടൽ മെൻ എത്ര? ടോട്ടൽ നമ്പർ ഓഫ് മെൻ എത്രയാണ്? ടോട്ടൽ മെൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ്. ടോട്ടൽ വുമൺ എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ്. ടോട്ടൽ പേഴ്സൺസ് ഇൻ ദ കമ്മിറ്റി വേണ്ട എത്രയാണ്?
ഈക്വൽ ടു 2 ആണ്, രണ്ടാളാണ്. അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റിയിൽ ഒറ്റ മേനാവാണ്, അതായത് രണ്ടാളിൽ ഒരാൾ മെന്നായിരിക്കണം അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണ്ടത് നമുക്ക് വേണ്ടതാണ് കമ്മിറ്റി കണ്ടെയ്ൻസ് എന്തായിരിക്കണം, 1 men and 1 woman ആണല്ലേ. One man and 1 woman. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ number of ways of selecting 1 man out of 2. രണ്ടാൾ എത്ര വരിക, 2C1 ആണ്. ഒരു മെന്ന അല്ലേ. ഇനി നമ്പർ ഓഫ് ways of selecting 1 woman out of 2 is equal to അതും 2C1. റെഡി അല്ലേ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ways of selecting ways of selecting 2 person out of 4 അല്ലേ. 4 ആളിന്ന് 2 പേഴ്സൺ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നത് എത്രയാണ് വരിക, 4 ആളിന്ന് 2 ആളാ. ഔട്ട് ഓഫ് 4 അല്ലേ. ടോട്ടൽ 4 ആൾക്കാരല്ലേ, ടോട്ടൽ പേഴ്സൺസ് 4 ആണ്. അതിന് 2 പേഴ്സൺ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 4C2 ആണ്. 4C2. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബിലിറ്റി ഓഫ് എന്താണ്, കമ്മിറ്റിയിൽ 1 man ആണുള്ള പ്രോബിലിറ്റി. സോ പി ഓഫ് പ്രോബിലിറ്റി ഓഫ് 1 man എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, എങ്ങനെ വരിക, 2C1 ഇൻറ്റു 2C1 അല്ലേ. അതായത് ഒരു മെന്നും ഒരു വുമണും. അപ്പോൾ ഒരു മെന്നിനെയും ഒരു വുമണിനെയും സെലക്ട് ചെയ്യാനുള്ള എന്താണ് ചാൻസ് എന്ന് പറയുന്നത് 2C1 ഇൻറ്റു 2C1 വേ ആണ് അല്ലേ. അതായത് ഒരു മെന്നിന് നമുക്ക് 2C1 വേ സെലക്ട് ചെയ്യാൻ പറ്റും, ഒരു വുമണിനെ നമുക്ക് 2C1 വേ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മെൻ മാത്രമാണ്, രണ്ടാളെന്തായാലും വേണ്ട, മറ്റേ ആളെന്തായാലും എന്തായിരിക്കും, വുമൺ ആയിരിക്കും അല്ലേ. സോ 2C1 ഡിവൈഡ് ടോട്ടൽ എത്രയാണ്, 4C2. സോ 2C1 2 ആണ്, 2 ഇൻറ്റു 2 ഡിവൈഡ് 4C2 6, ദാറ്റ് ഈസ് 4/6 എന്ന് പറഞ്ഞാൽ എത്ര വരും, 2/3 അങ്ങനെ വരും. ഇനിയുള്ള എന്താണ്, 2 men. രണ്ടാമത്തത് 2 men ആണ്. 2 men. അല്ലേ. സോ ഇത് എ ആണ്. പി ഓഫ് എന്താണ്, 2 men ആയിരിക്കണം അല്ലേ. 2 men എന്ന് പറയുന്നത് പി ഓഫ് 2 men എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എങ്ങനെയായിരിക്കണം. പി ഓഫ് 2 men 2 men ആയിരിക്കണ്ടേ. 2 men ആവണമെങ്കിൽ രണ്ടാളിന് രണ്ടാളെയും സെലക്ട് ചെയ്യണം, 2C2 അല്ലേ. രണ്ടാളിന് രണ്ടാളെയും സെലക്ട് ചെയ്യാൻ 2C2 ഡിവൈഡഡ് ബൈ ടോട്ടൽ 4 ആളിന് 2 ആളെ എടുക്കുക, 4C2. സോ 2C2 is 1, 4C2 is 6, 1/6. ഓക്കെ. ഇനി സി എന്ന് പറയുന്നത് പി ഓഫ് നോ മാൻ ആണ്. നോ മാൻ, മെന്ന് വേണ്ട, നോ മാൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2 ആൾ വരെ ആയിരിക്കണം, വുമൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 2 വുമണിനെ 2 ആളിന് സെലക്ട് ചെയ്യാൻ 2C2 ആണ്. സോ 2C2 ഡിവൈഡഡ് ബൈ 4C2 എത്ര വരും, 1/6. സോ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 men ഔട്ട് ഓഫ് 2 എന്ന് പറയുന്നത് 2C2 ആണ്. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 women ഔട്ട് ഓഫ് 2 എന്ന് പറയുന്നത് 2C2 ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 1 man ആണെങ്കിൽ മറ്റേ എന്തായാലും വുമൺ ആയിരിക്കണം. അപ്പോൾ 2 ആളിന് ഒരു മെന്നിനെ സെലക്ട് ചെയ്യണം, 2 വുമണിന് ഒരു വുമണിനെ സെലക്ട് ചെയ്യണം. അതപ്പോൾ രണ്ടും നടക്കണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2C1 ഇൻറ്റു 2C1 ഡിവൈഡഡ് ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് 4C2 ആണ്. റെഡി ആണല്ലോ. അതാണ് 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 6, 2/3. ഓക്കെ. ഇനി 2 ആൾ മെന്നാണെങ്കിൽ ആ കമ്മിറ്റിയിൽ ആകെ 2 ആളെ വേണ്ടത്. ആ 2 ആൾ മെന്നാണെങ്കിൽ ആ 2 മെന്നിനെ നമുക്ക് എത്ര സെലക്ട് ചെയ്യും, ഒറ്റ രീതിയില്ല, 2 ആളെ ഇങ്ങ് എടുത്താൽ മതി, അത്രേ ഉള്ളൂ ശരി കേട്ടോ. സോ അതാണ് 1 ബൈ ടോട്ടൽ 4C2 6. ഇനി നോ മെൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, 2 അല്ലേ. 2 persons ആർ എന്തായിരിക്കണം, വുമൺ ആയിരിക്കണം അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്, 2 persons ആർ വുമൺ. ഇതിനൊക്കെ ഓരോ മാർക്കുള്ളൂ കേട്ടോ, ഓരോരോ മാർക്കുള്ളൂ. അതുകൊണ്ട്
ഇങ്ങനെ എഴുതി കൊടുത്തു വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, എങ്ങനെയാണ് വരുന്നത്? എ കമ്മിറ്റി ഓഫ് 2 persons. A committee of 2 persons is selected from 2 men and 2 women. What is the probability that the committee will have 1 man? ഇതല്ല നമ്മൾ ചെയ്തത് അല്ലേ? സോ 1 men ഉള്ളത് നമ്മൾ ചെയ്തു. അതേപോലെ നമ്മൾ ഏത് ചെയ്തിട്ടുണ്ട്? 2 men ഉള്ളത് ചെയ്തു. അതേപോലെ നോ men ഉള്ളതും ചെയ്തു കഴിഞ്ഞു. സോറി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കാർഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കിക്കോളൂ. കാർഡ്സിനെ പറ്റി നമുക്ക് അറിയാം, പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ചാപ്റ്ററും വരാറുണ്ട്, അതേപോലെ പ്രോബബിലിറ്റിയിലും കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ കാർഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ ഇനിയും ഞാൻ ആ കാർഡിനെ പറ്റി വീണ്ടും പറയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ കാർഡ്സ് പറ്റി നിങ്ങൾക്ക് അറിയാമല്ലേ, 4 സ്യൂട്ട് കാർഡാണുള്ളത് അറിയാം. അതിൽ 52 കാർഡ്സ് ഉണ്ടാവും. അല്ല, 26 എന്തായിരിക്കും? റെഡ് ആയിരിക്കും, 26 ബ്ലാക്ക് ആയിരിക്കും അല്ലേ. 26 ആർ റെഡ് ആൻഡ് 26 ആർ ബ്ലൂ. ഓക്കെ, സോ ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത് 12 ആണ് ടോട്ടൽ. 6 ബ്ലാക്ക് ഫേസ് കാർഡ്സ് ഉണ്ടാവും ആൻഡ് 6 റെഡ് ഫേസ് കാർഡ്സ് ഉണ്ടാവും. ഓക്കെ, എയ്സ് എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറും 4 ഈച്ചാണ്. സോ അതിൽ ഞാൻ പറയുകയാണെങ്കിൽ എയ്സ് എന്ന് പറയുന്നത് 4 ആണ്, 2 4 ആണ്, അങ്ങനെ ജാക്ക് ക്യൂൻ കിങ് എല്ലാം 4 ഈച്ചാണ്. ഓക്കെ, അപ്പോൾ 1 കാർഡ്, ഒറ്റ കാർഡ് എടുക്കുന്നു. എയ്സ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ദ കാർഡ് ഈസ് ഡ്രോൺ ഈസ് ബ്ലാക്ക്. എത്ര ബ്ലാക്ക് ഉണ്ടാവും? 26. The card drawn is a face card. Face card എത്ര ഉണ്ടാവും? ടോട്ടൽ 12. The card drawn is a black face card. ബ്ലാക്ക് ഫേസ് കാർഡ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്ന് പറയാൻ പോവുകയാണ്. സോ ആദ്യം എന്താണ്? The card drawn is a black അല്ലേ. സോ നമുക്കറിയാം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഈക്വൽ ടു 26 ആണ് ബ്ലാക്ക് കാർഡ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 52 ആണ്, 52. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദ കാർഡ് ഡ്രോൺ ഇസ് ബ്ലാക്ക്. സോ പി ഓഫ് എന്താണ്? ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു 26/52 1/2 ആണ്. 26/52 എത്ര വരും? 1/2 ആണ്. ഇതാണ് ബ്ലാക്ക് കാർഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ദ കാർഡ് ഡ്രോൺ ഈസ് ഫേസ് കാർഡ് അല്ലേ. സോ ഫേസ് കാർഡ്, ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ് വരിക? ഒരു 1 3 3 × 4 ഈക്വൽ എത്ര വരും? 12 അല്ലേ. ഏതൊക്കെയാണ് ഫേസ് കാർഡ്? ജാക്ക്, ക്യൂൻ ആൻഡ് കിങ് ആണ്. സോ 3 ഈച്ച്. സോ 3 × 4 4 സ്യൂട്ടുള്ളത് 12 വരും. അങ്ങനെയാണെങ്കിൽ ദെർഫോർ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഈക്വൽ ടു 12 ആണ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 52 ആണ്, അത് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ദെർഫോർ പി ഓഫ് എന്താണ്? ദ കാർഡ് ഡ്രോൺ ഈസ് എ ഫേസ് കാർഡ്. എന്ന് പറയുന്നത് ഈക്വൽ ടു 12/52 അല്ലേ. 12/52 ആണ്. ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാൻ സാധിക്കും കേട്ടോ. 12/52 എന്ന് പറഞ്ഞാൽ 6/26 3/30 എന്ന് എഴുതാം. ഓക്കെ, 3/30 ക്ലിയർ അല്ലേ. ഇനി നമുക്കിതിൽ ഒന്നുകൂടി ഉണ്ട് അല്ലേ, ഒന്നുകൂടി ഉണ്ട്, അതുകൂടി പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ 3/30. The card drawn is a black face card. So total number of black face card എന്ന് പറയുന്നത് ഈക്വൽ ടു എത്ര വരിക? 3 × എത്ര വരും? 2 അല്ലേ. 2 സെറ്റ് അല്ലേ ബ്ലാക്ക് കാർഡ് ഉള്ളത്. ഏതൊക്കെയാണ്? സ്പേഡ് ആൻഡ് ക്ലബ്സ് ആണ്. അതിൽ 3 വീതം. സോ 3 × 2 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി അല്ലേ. റിക്വയർഡ് പ്രോബബിലിറ്റി പറഞ്ഞാൽ പി ഓഫ് എന്താണ്?
the card drawn is a black card equal to 6/52 അല്ലേ എന്ന് പറഞ്ഞാൽ എത്ര വരും 3/26 3/26 വരും. ഓക്കെ, അതാണ് ഉണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ 12th ക്വസ്റ്റ്യനിൽ കാർഡിൻ്റെത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇത് എവിടെയും കൂടി വരുന്നുണ്ട്, പെർമ്യൂട്ടേഷനിലും കൂടി വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തത് പോവുകയാണ്. 2 dice are thrown at random. Find the probability of getting a doublet. എന്ന് പറഞ്ഞാൽ ഡബിളറ്റ് പറഞ്ഞാൽ സെയിം നമ്പർ വരും കേട്ടോ. ഗെറ്റിംഗ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 8. സം 8 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡബിളറ്റ് ഇടുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ 2 dice are thrown, അല്ലെ 2 die ആണ് ത്രോ ചെയ്യുന്നത്. അപ്പോൾ 2 die നമ്മൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 6 ചാൻസ് ഉണ്ട്, ഇവിടെയും 6 ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ 1 to 6 വരെ ആ നമ്പർ ഏത് വേണം വീഴാം, ഇവിടെയും 1 to 6 വരെ ഏത് നമ്പർ. സോ 6 × 6 = 36. ഇപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്ര വരും? 36. അത് നിങ്ങൾക്കറിയാം. 1 1 1 2 1 3 1 4 1 5 1 6 2 1 2 2 2 3 2 4 2 5 2 6 അങ്ങനെ എക്സെട്ര അങ്ങനെ 6 1 6 2 6 3 6 4 6 5 6 6 വരെയാണ് വീഴാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഈക്വൽ ടു എത്ര വരും? 36. റെഡി. ഇനി ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണ് നോക്കാം. ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഏതൊക്കെയാണ്? 1 1 2 2 3 3 4 4 5 5 6 6. ഇതാണ്. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഈക്വൽ ടു 6 ആണ്. ദർഫോർ പ്രോബബിലിറ്റി ഓഫ് എന്താണ് ഗെറ്റിംഗ് എ ഡബിളറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 6/36 എന്ന് പറയാം. 1/6 ആണ്. 1/6. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് തെറ്റിക്കരുത്. എത്രയാണ്? 36 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഗെറ്റിംഗ് ദ സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉണ്ടാവുന്ന ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് സം 8 കിട്ടുന്നതല്ലേ? ഏതൊക്കെ വരിക? സം 8 കിട്ടുന്നതാണെങ്കിൽ 2 6 1 1 1 2 1 3 1 4 1 5 1 6 ആരുമില്ല അല്ലേ? 2 1 2 2 2 3 2 4 2 5 ഇല്ല. 2 6 പിന്നെ 3 1 3 2 3 3 3 4 3 5 അല്ലേ? സം 8 ആണ്. 3 5 3 6 ഇല്ല. ഓക്കെ, പിന്നെ 4 1 4 2 4 3 4 4 സം 8 ആണ്. പിന്നെ 5 5 1 5 2 5 3 5 3 സം 8 ആണ്. പിന്നെ 6 1 6 2 സം 8 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ 1 2 3 4 5. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫൈവ് ബൈ 36 ആണ്. 5/36. ഓക്കെ, റിക്വയർഡ് പ്രോബബിലിറ്റി എത്ര വരിക? 5/36 വരും. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ് 6 coins are tossed simultaneously. 6 കോയിൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഇടുന്നു. റൈറ്റ് ദ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എത്ര എലമെന്റ് ഉണ്ടാവും, എത്ര ഔട്ട്കംസ്, നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ് എത്രയാണെന്ന്. ഓക്കെ, ഇനി ഗിവൺ ദാറ്റ് P of A is equal to 0.5, P of B is equal to 0.6 and P of A intersection B is equal to 0.3, find P of A complement, P of A union B, P of A complement intersection B complement and P of A complement union B complement. ഇതെല്ലാം കാണണം. ഓക്കെ, ഫസ്റ്റ് വൺ. ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് 6 coins അല്ലെ ആർ ടോസ്ഡ് സൈമൾട്ടേനിയസ്. 6 കോയിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഇടുകയാണ്. അപ്പം ഇത് വീഴാം, ഇവിടെ ഇങ്ങനെ വീഴാം. 1 2 3 4 5 6. ഇവിടെ 2 ചാൻസ്, ഹെഡ് വീഴാം, ടെയിൽ വീഴാം.
ഇവിടെ 2 ചാൻസ്, ഇവിടെ 2 ചാൻസ്, ഇവിടെ 2 ചാൻസ്, ഇവിടെ 2, ഇവിടെ 2. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഈക്വൽ ടു 2 raised to 6, 64. വേണ്ട, 2 raised to 6 ഉണ്ട്. സോ our answer is 2 raised to 6. 2 raised to 6 ആണ്. ഓക്കെ. Given that B of A is equal to 0.5, B of B is equal to 0.6 and B of A intersection B is equal to 0.3, find B of A complement. P of A complement ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ചോളണം. P of A complement എന്ന് പറയുന്നത് 1 മൈനസ് P of A ആണ്. 1 മൈനസ് P of A അല്ലേ? സോ എത്രയുടെ വരിക? ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് P of A, P of A, P of A 0.5. So that's equal to 0.5, 0.5. Okay. ഇനി P of A union B, P of A union B എന്ന് പറഞ്ഞാൽ P of A plus P of B minus P of A intersection B ആണ്. എല്ലാം ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് വരുന്നത് 0.5 plus 0.3, sorry 0.6 മൈനസ് 0.3 ആണ് അല്ലേ? അപ്പോൾ അത് വരുന്നത് 0.8 ആയിരിക്കും. 0.8 ശരിയല്ലേ? ഒന്ന് നോക്കിക്കോളൂ. 0.8 വരും. 0.8. അതിനെ അടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ P of A യൂണിയൻ B കണ്ടു, P of A കോംപ്ലിമെൻ്റ് കണ്ടു, P of A യൂണിയൻ B കണ്ടു, അതേപോലെ നമ്മൾ P of A കോംപ്ലിമെൻറ്റും കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് P of A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. P of A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ്. ഓക്കെ, എന്തായിരിക്കണോ P of A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി മോർഗൻസ് ലോ പ്രകാരം P of A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ശരിയല്ലേ? ഏതാണ്? ഡി മോർഗൻസ് ലോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എനിക്ക് 1 മൈനസ് P of A യൂണിയൻ B എന്ന് എഴുതാനേ ഉള്ളൂ. ദെൻ വാട്ട് ഈസ് P of A യൂണിയൻ B? P of A യൂണിയൻ B is 0.8. സോ 1 മൈനസ് 0.8 എന്ന് പറഞ്ഞാൽ അത് 0.2 ആണ്. സോ 0.2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് P of A കോംപ്ലിമെൻറ്റ് യൂണിയൻ B കോംപ്ലിമെൻറ്റ്? അഗെയിൻ ഡി മോർഗൻസ് ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു P of A intersection B whole complement 1 minus P of A intersection B. A intersection B നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. A intersection B is 0.3. So this is equal to 0.7. മക്കളെ ഇത് 7 ആണ്. 7 0.7 ആയിരിക്കും. ഓക്കെ, ഇതാണ് 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമ്മൾ 15th ക്വസ്റ്റ്യൻ വായിച്ചോളൂ. 15th ക്വസ്റ്റ്യൻ. The number of outcomes in the sample space of the random experiment of throwing 2 dice. 2 ഡൈ ത്രോ ചെയ്യാണ് അല്ലേ? നമ്മൾ നേരത്തെ 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് എന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് 36, 6 സ്ക്വയർ. അതാണ് ആൻസർ. അപ്പോൾ നമ്മളൊന്നുകൂടി പറയും, 6 സ്ക്വയർ ആണ് കേട്ടോ. 2 സ്റ്റുഡൻസ് എ ആൻഡ് ബി. ഇത് ശ്രദ്ധിക്കണം, 2 സ്റ്റുഡൻറ്റ് അനിൽ ആൻഡ് ആഷിമ എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാറ്. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തു വെച്ച പ്രോബ്ലമാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ നന്നായിരിക്കും. ആ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതേ മോഡലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇതും കേട്ടോ. ഇതും ചോദിച്ചു, 2-3 വട്ടം ചോദിച്ചതാണ്. 2 students A and B appeared in an examination. The probability that A passes the examination is 0.25 and B passes the examination is 0.45. Also, the probability that both will pass is 0.1. Find the probability that both will not pass. Only one of them will pass. ഇത് രണ്ടുമാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ ആദ്യത്തത് എത്രയാണ്? ഒരു 2 ഡൈസ്, 2 ഡൈ ഇടുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമുക്ക് 6 ചാൻസ്, ഇവിടെ 6 ചാൻസ്. 6 × 6 is equal to 36 ഓർ എന്ത് ചെയ്താം? 6 സ്ക്വയർ. 6 സ്ക്വയർ അതാണ് ആൻസർ. 6 സ്ക്വയർ. ഓക്കെ, ഇനി ഇത് നോക്കുക. അതിൽ ഓരോന്ന് അല്ലേ? 2 സ്റ്റുഡൻ്റ് ആണ്, അനിൽ ആൻഡ് ആഷിമയാണ്. അപ്പോൾ അതിൽ അപ്പിയർ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നു. ദ പ്രോബിലിറ്റി ദാറ്റ് എന്താണ്? എ. ഇപ്പം ഞാൻ പറയുകയാണ്, ലെറ്റ് എ ബി ദ ഇവന്റ് ദാറ്റ് the student A will pass the exam.
and B be the event. The student B will pass the exam. ഇതാണ് എയും ബി എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നത് ഓരോന്ന് എഴുതാം. ഗിവൺ ദാറ്റ്. സോ ഗിവൺ ദാറ്റ് ഏതൊക്കെയാണ് നമുക്ക് തരുന്നത് നോക്കാം. അതൊക്കെ എഴുതി കേട്ടോ. സോ ഗിവൺ ദാറ്റ് നമുക്ക് തന്നത് പി ഓഫ് എ തന്നിട്ടുണ്ട്. പി ഓഫ് എ എത്രയാണ് നോക്കൂ. പി ഓഫ് എ എന്ന് പറയുന്നത് 0.25, പി ഓഫ് ബി എന്ന് പറയുന്നത് 0.45. പിന്നെ നമുക്ക് തന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അത് തന്നത് 0.1 ആണ് അല്ലേ. 0.1 നോക്കുക. ബോത്ത് വിൽ പാസ് ചെയ്യുന്നത് ബോത്ത് വിൽ പാസ് ഇസ് 0.1. ഫൈൻ ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് വിൽ നോട്ട് പാസ്. രണ്ടാളും പാസ് ആവുന്നില്ല അല്ലേ. ബോത്ത് വിൽ നോട്ട് പാസ്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടത് ഫസ്റ്റ് കണ്ടതാണ് പി ഓഫ് എന്താണ്, ബോത്ത് വിൽ നോട്ട് പാസ് ആണ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എന്താണ്, നോട്ട് എ ആൻഡ് നോട്ട് ബി. രണ്ടാളും വേണ്ട. എയും പാസ്സാകുന്നില്ല, ബിയും പാസ്സാകുന്നു എന്ന് പറഞ്ഞാൽ അത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെനിക്ക് പി ഓഫ് എന്ത് ചെയ്താൻ പറ്റും, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എഴുതാം. എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നത് 0.25 പ്ലസ് 0.45 മൈനസ് 0.1 അല്ലേ. 7, 6 അല്ലേ. എത്ര വരിക, 6 വരും അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.6 ദാറ്റ്സ് ഈക്വൽ ടു 0.4. ഇതാണ് ആൻസർ വരും. 0.4 വരും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ആൻസർ. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്, ഓൺലി വൺ ഓഫ് ദം വിൽ പാസ്. ഓൺലി വൺ ഓഫ് ദം വിൽ പാസ് അല്ലേ. ഓൺലി വൺ ഓഫ് ദം വിൽ പാസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ പാസ്. അപ്പോൾ എ പാസ്സാകുമ്പോൾ ബി പാസ്സാവില്ല, ബി പാസ്സാകുമ്പോൾ എ പാസ്സാകും അല്ലേ. അതായത് പി ഓഫ് എ ബട്ട് നോട്ട് ബി അത് വേണം. ആൻഡ് പിന്നെ അത് വേണം പി ഓഫ് ബി ബട്ട് നോട്ട് എ. ഇതിലേതെങ്കിലും ഒന്ന് അല്ലേ. സോ നമുക്ക് വേണ്ടത് എന്താണ്, പി ഓഫ് എ ബട്ട് നോട്ട് ബി ഓർ ഏതാണ്, പി ഓഫ് ബി ബട്ട് നോട്ട് എ. ശരിയല്ലേ. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടിയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഏതൊക്കെയാവാം, എ എന്താണ്, എ ബട്ട് നോട്ട് ബി ഓർ എന്താണ്, ബി ബട്ട് നോട്ട് എ. ഓൺലി വൺ ഓഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എ ബട്ട് നോട്ട് ബി ഓർ ബി ബട്ട് നോട്ട് എ ഏതെങ്കിലും. അപ്പോൾ ഈ രണ്ട് ചാൻസുകൾ നമ്മൾ ആഡ് ചെയ്യണം. ഇതിന് രണ്ടിൻ്റെയും പ്രോബിലിറ്റി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് വേണ്ടത് എങ്ങനെയാണ്, ബി വേണ്ടത് എങ്ങനെയാണ്, പി ഓഫ് എന്താണ്, എ ബട്ട് നോട്ട് ബി പ്ലസ് പി ഓഫ് ഏതാണ്, ബി ബട്ട് നോട്ട് എ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ. എ ഒന്നുകിൽ എ പാസ്സാവുക, ബി പാസ്സാതിരിക്കുക അല്ലേ. എന്താ നമ്മളോട് പറഞ്ഞത്, എക്സാക്ട്ലി എന്താണ്, വൺ ഓഫ് ദം വിൽ പാസ് പറഞ്ഞത് എന്താണ്, കറക്റ്റായിട്ട് ഒരാൾ പാസ്സാകാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഈ രണ്ട് ചാൻസുകളും നമ്മൾ ആഡ് ചെയ്യണം. ഒന്ന് എ മാത്രം പാസ്സാകുന്നതും പിന്നെ ഏതാണ്, ബി മാത്രം പാസ്സാകുന്നതും നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് ബി പ്ലസ് പി ഓഫ് എന്താണ്, ബി മൈനസ് എ. എന്തായിരുന്നു ബി ഓഫ് എ മൈനസ് ബി ഓഫ് എ മൈനസ് ബി ഓഫ് എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് ബി മൈനസ് ബി ഓഫ് ബി മൈനസ് ബി ഓഫ് എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അങ്ങനെയാണ് ഇതിന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് 2 പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വരുന്നത് പി ഓഫ് എ എന്നാൽ 0.25 പ്ലസ് 0.45 മൈനസ് 2 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 2 ഇപ്പം എത്ര വരിക, 7 2 മൈനസ് ചെയ്താൽ 0.5. ഇതാണ് ആൻസർ വരിക, 0.5. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ് നമ്മളോട് എക്സാക്ട്ലി വൺ ഓഫ് ദം പാസ് ചെയ്യുന്നത് ചോദിച്ചു,
പിന്നെന്താണ് രണ്ടാളും പാസ്സാകത്തുമെന്ന് ചോദിച്ചു. ഓക്കെ, പിന്നെ ഇത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ബുക്കിലൊന്ന് നോക്കണം കേട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, ആ ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് നോക്കിക്കോളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അണ്ടർ എ ഹെഡ് ഓക്കർ അല്ലെങ്കിൽ അണ്ടർ ഹെഡ് കംസ് അപ്പ് അല്ലേ, റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് ഇൻഫിനിറ്റ് ആണ്. നമ്മളൊരു 6 വീഴുന്നവരെ ഒരു കോയിൻ ടോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 6 വീഴുന്നവർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആവാം. ചിലപ്പം എൻ്റെ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ചിലപ്പോൾ ആദ്യം തന്നെ 6 വീഴാം, ഇങ്ങനെ ഒരു പോസിബിലിറ്റി. ചിലപ്പോൾ 1 വീണു പിന്നെ ആയിരിക്കാം 6 വീണു, ഇങ്ങനെയാവും. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും 1 2 ചിലപ്പം 1 വേണ്ടി വീണ്ടും 6 ആവാം. അങ്ങനെ 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 പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്, ഇൻഫിനിറ്റ് സെറ്റായിരിക്കും. ഓക്കെ, അടുത്തതാണ് എ ബാഗ് കണ്ടെയ്ൻസ് 9 ഡിസ്ക്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു 9 ആണ്. ഓഫ് വിച്ച് 4 ആർ റെഡ്, 3 ആർ ബ്ലൂ ആൻഡ് 2 ആർ യെല്ലോ. അതിൽ 4 എണ്ണം റെഡ് ആണ്, 3 എണ്ണം ബ്ലൂ ആണ്, 2 എണ്ണം യെല്ലോ ആണ്. സോ ടോട്ടൽ റെഡ് ഡിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ടോട്ടൽ ബ്ലൂ ഡിസ്ക് എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് ടോട്ടൽ യെല്ലോ ഡിസ്ക് 2 എണ്ണം ആയിരിക്കണം. ടോട്ടൽ 9 ആണല്ലോ പറഞ്ഞത്, 2 എണ്ണം ആയിരിക്കും. ഓക്കെ, എ ഡിസ്ക്, ഒറ്റ ഡിസ്ക് ആണ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബാഗ്. കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി റെഡ് നോട്ട് യെല്ലോ. 2 കാണണം. ഓക്കെ, സോ റെഡിൻ്റെ ആണ്. അപ്പം എത്ര കാലം എന്താണ് എടുക്കുന്നത്? എ ഡിസ്കിലെ ഇപ്പം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 1 ഡിസ്ക് ഔട്ട് ഓഫ് എത്രയാണ്? 9 ഡിസ്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ് വരിക? 9C1 എന്ന് പറഞ്ഞാൽ എത്ര? 9 വേസ്. 9C1 ആണ് 9 വേസ്. ഇനി റെഡ് എടുക്കാനുള്ള അല്ലേ? ടോട്ടൽ അതാണ് ഫേവറബിൾ, ഇതാണ് എൻ ഓഫ് എസ്. ഇതിന് നമുക്ക് എന്താ പറയാം? എൻ ഓഫ് എസ് എന്ന് വിളിക്കും, എൻ ഓഫ് എസ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ഓർ ഡ്രോയിങ് എന്താണ്? 1 റെഡ് ഡിസ്ക് ഔട്ട് ഓഫ് എത്രയാണോ റെഡ് ഉള്ളത്? 4 ഈക്വൽ ടു 4C1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 വരും. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് പ്രോബിലിറ്റി എത്ര വരിക? ഈക്വൽ ടു എത്ര വരും? 4/9 കേട്ടോ, 4/9 ആണ് വരിക. ആൻസർ എത്ര? റെഡ് കാർഡ് എടുക്കാനുള്ളത് 4/9. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് മതി. ടോട്ടൽ ഫേവറബിൾ 4 ആണ്, ഇങ്ങനെയും പറയാം. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ വഴിക്കാൻ പോയിപ്പോൾ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 4/9 അല്ലേ, എങ്ങനെയും പറയാം. ഇതാണ് കുറച്ചുകൂടി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ ഞാൻ കേട്ടോ. ഇനി നോട്ട് ചെയ്യലോ. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 9C1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. ഇനി യെല്ലോ എടുക്കുകയാണല്ലോ അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 1 യെല്ലോ ഔട്ട് ഓഫ് 2 എന്ന് പറയുന്നത് എത്ര വരിക? 2C1 എത്രയാ? 2 വേസ്. 2 ഒരു 2 വേകൾ. അങ്ങനെയാണെങ്കിൽ യെല്ലോ എടുക്കാതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ therefore P ഓഫ് എന്താണ്? ഡ്രോയിങ് 1 യെല്ലോ എന്ന് പറയുന്നത് എത്ര വരും? 2/9 ആണ്. 2/9 റെഡി അല്ലേ? ഫേവറബിൾ ആണ്, ഡിവൈഡർ ബൈ ടോട്ടൽ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ therefore P of നോട്ട് എ യെല്ലോ, യെല്ലോ അല്ലാതെ നോട്ട് എ യെല്ലോ, നോട്ട് എ യെല്ലോ എന്നാൽ 1 മൈനസ് പി ഓഫ് യെല്ലോ ആണ്, പി ഓഫ് എ യെല്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ അത് 1 മൈനസ് 2/9 ആണ്. എത്ര വരും? 7/9. ഇത്ര ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ബാക്കിയുള്ള 7 എണ്ണത്തിൽ നിന്ന് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എഴുതുമ്പോൾ 7 ഡിവൈഡ് ബൈ ടോട്ടൽ 9, 7/9. ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയെന്നേ ഉള്ളൂ, അത് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് എഴുതിയെന്ന് കേട്ടോ, ഒരു കറക്റ്റ് സ്റ്റെപ്പിൽ എഴുതിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഓക്കെ, നോട്ട് ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് a coin is tossed twice. What is the probability that at least one tail occur? One tail occur ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ പി ഓഫ് എ എന്ന് പറയുന്നത് 0.5, പി ഓഫ് ബി എന്ന് പറയുന്നത് 0.2, ദെൻ ഫൈൻഡ് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, അത് കാണണം. ഗിവൺ ദാറ്റ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണ്. പിന്നെ വന്നത് എ പെയർ ഓഫ് ഡൈസ് ഇസ് ത്രോൺ ആൻഡ് ദെൻ എസ്റ്റിമേറ്റ് ദ ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഇവൻ എന്താണ് ഈവൻ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേയിൽ ഈവൻ നമ്പർ കിട്ടാനുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഡേയിലൊക്കെ. സോ എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസ് വരുന്നത് എസ് ഇസ് ഈക്വൽ ടു എന്താ ഒരു എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച് ആൻഡ് ടി ടി ആണ് വരും. റെഡി. ഇനി ലെറ്റ് ഇ ബി ദ ഇവൻറ്റ്. Event that എന്താണ് അറ്റ്ലീസ്റ്റ് വൺ ഡേയിൽ occurs. അങ്ങനെയാണെങ്കിൽ therefore ഇ എന്ന് പറയുന്നത് is equal to ഇയിൽ വരുന്നത് എന്തൊക്കെയാണ് വൺ ഡേയിൽ അല്ലേ, അറ്റ്ലീസ്റ്റ് വൺ ഡേയിലാണ്, ചുരുങ്ങിയത് ഒരു ഡേയിലെങ്കിൽ. അപ്പോൾ എച്ച് ഡി വരും, ടി എച്ച് വരും, അതേപോലെ ടി ടി വരും. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഓഫ് ഇ എന്ന് പറയുന്നത് നമുക്കറിയാം, ദീസ് ഔട്ട്കംസ് ആർ ഈക്വലി ലൈക്ക്ലി, എല്ലാം വീഴാനുള്ള ചാൻസ് സെയിം ആണ് കേട്ടോ. സോ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ 3/4 ആണ് ആൻസർ. 3/4. അപ്പോൾ 3/4 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇനി അതിൽ നെക്സ്റ്റ്, if P of A is equal to 0.5 and P of B is equal to 0.2, then find P of A union B whole complement given that A and B are mutually exclusive. അല്ലേ? So നമുക്കറിയാം, if A and B are mutually exclusive, then A intersection B is equal to 5, which implies P of A intersection B is equal to 0. P of 5 വരും, അത് 0. ഇനി നമുക്ക് കാണേണ്ടത് പി ഓഫ് എയും ബി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സോ പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. Okay, so that is equal to 1 minus, then what is P of A? 0.5 plus P of B എത്രയാണ് 0.2 and P of A intersection B is 0. 1 minus 0.7, that is equal to 0.3. 0.3 അതാണ് ആൻസർ വരിക. ഓക്കെ, 0.3 ശരിയല്ലേ? 1 മൈനസ് 0.7 അല്ലേ? അപ്പം എന്ത് വരുന്നു? 0.3 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ്, a pair of dice is thrown, then estimate the event of getting an even number on the first day. Pair of dice ആണ് ത്രോ ചെയ്യുന്നത് അല്ലേ? So a pair of dice is thrown. അങ്ങനെയാണെങ്കിൽ therefore the total number of outcomes എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയോടെ വരിക? 6 × 6 ഈക്വൽ ടു എത്ര വരും? 36. ശരിയല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 36. ഇനി നമ്മളോട് പറഞ്ഞത് ഈവൻ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേയിൽ ഈവൻ നമ്പർ കിട്ടും എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് ഡൈസ് ആണ് ത്രോ. നിങ്ങളിവിടെ ആലോചിച്ചോളൂ, പെയർ ഓഫ് ഡൈസ് ആണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 ഇതിൽ ഏത് നമ്പറും വീഴാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ചാൻസ് ഉള്ളത്? സെക്കൻഡ് പാർട്ടിൽ 6 ചാൻസ് ഉണ്ട്. ശരിയാണല്ലേ? ഇവിടെ പക്ഷേ വീഴാൻ സാധ്യതയുള്ള ഏതൊക്കെയുള്ള 2, 4, 6
ഇത് 3 അല്ലാതെ വേറൊന്നും വീഴരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ചാൻസ് ഉള്ളത്? 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫസ്റ്റ് ഡൈ എന്താണ്? ഷോസ് എൻ ഈവൻ നമ്പർ അല്ലേ? ഫസ്റ്റ് ഡൈ ഷോസ് എൻ ഈവൻ നമ്പർ, ഇതാണ് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ് വരിക? 3 × 6 എത്ര വരും? 18 ആയിട്ട് 3 × 6 is equal to 18. അതാണ് ഫേവറബിൾ ഔട്ട്കംസ് വരിക. ശരിയാണല്ലോ അല്ലേ? ഫേവറബിൾ ഔട്ട്കംസ് വരുന്നത് എത്രയാണ് വരിക? 18 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ therefore നമുക്കെന്ത് പറയാം? റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റിക്വയർഡ് പ്രോബബിലിറ്റി എത്രയാണോ റിക്വയർഡ് പ്രോബബിലിറ്റി വരിക? റിക്വയർഡ് പ്രോബബിലിറ്റി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. സോ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇവിടെ 18 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 18/36 അല്ലേ? 18/36 ആണ് വരിക. 18/36 ഓക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവിടോ? 1/2. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ഇത്രയൊന്നും ആലോചിക്കാനല്ല, ഇങ്ങനെയുള്ളൂ. ഫസ്റ്റ് ഡേ ഷോസ് എൻ ഈവൺ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 1 1 2 1 3 1 4 1 5 1 6 പറ്റില്ല. ഏതൊക്കെ പറ്റും? 2 1 2 2. സെക്കൻഡ് ഡേ നിങ്ങൾക്ക് ഈവണോ ഓടോ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ഡേ ഈവൺ കാണിക്കുന്നത് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 1 2 3 2 2 4 2 5 2 5 അല്ലെ 2 6 വരും. 2 1 2 3 2 4 2 3 2 4 2 5 2 6 വരും. അതെ, ആ 6 വരും. പിന്നെ ഇത് വരും 4 1 4 2 4 3 4 4 4 5 4 6 വരും. ആ 6 വരും. ഇപ്പോൾ 12 ആയി. പിന്നെ വരുന്നത് 6 1 6 2 6 3 6 4 6 5 6 6 ഇതുമാണ് വരിക. അങ്ങനെയാണ് ഇത് എത്ര വരുന്നത്? 18 കേട്ടോ. ടോട്ടൽ വരുന്നത് 36 ആയിരിക്കും. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഇത്രയാണുള്ളത്. അപ്പം നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. ഞാൻ പിന്നെ പറഞ്ഞുള്ള ആ പ്രോബ്ലം അനിൽ ആൻഡ് ആഷിമ എന്ന് പറയുന്നൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഒന്ന് നോക്കണം. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തു വെച്ച കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കിക്കോളാം. അതിൻ്റെയൊക്കെ ബേസിലൂടെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സോ താങ്ക് യു.